വേഗത്തിൽ വരുമേ മേഘത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ മേഘത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ മാറനാഥ മാറനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. കൺകളൽ കാണുമേ കൺകളൽ കാണുമേ എൻ പ്രിയ രക്ഷകനേ. കൺകളൽ കാണുമേ കൺകളൽ കാണുമേ എൻ പ്രിയ രക്ഷകനേ. സുന്ദരരൂപനേ വന്നിധനാഥനേ മാറനാഥ മാറനാഥ. സുന്ദരരൂപനേ വന്നിധനാഥനേ മാറനാഥ മാറനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരായേ കാന്തനമെന്നേശുവേ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരായേ കാന്തനമെന്നേശുവേ. ദിനംതോറും വേണമേ വരവോളം വേണമേ മാറനാഥ മാറനാഥ. ദിനംതോറും വേണമേ വരവോളം വേണമേ മാറനാഥ മാറനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരായേ കാന്തനമെന്നേശുവേ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരായേ കാന്തനമെന്നേശുവേ.
ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ്റെ ഹൃദയത്തെ കാന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ്റെ ഹൃദയത്തെ. ആമേൻ ആമേൻ ഹല്ലേലൂയ. രക്തം ജയം രക്തം ജയം രക്തം ജയം രക്തം ജയ. ഓറിവ രക്തപരാധന ഫലവശാരകരകനശാരകരകനം രക്തം ദീപരവ ഉടകാറിവന രക്തം ബലവശന്തന ബലവാറീപന ബലവശന്തനവ. ആരോഗ്യം തന്ന ദൈവത്തിനെ ആരാധിച്ചാട്ടെ, ആയുസ് എന്ന ദൈവത്തെ ആരാധിച്ചാട്ടെ, ഓ ബലം തന്ന ദൈവത്തെ ആരാധിച്ചാട്ടെ. അനേകർ രാമേ ലോകം വിട്ട് മരണം വഴിയായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ നമുക്ക് ആയുസ് വർദ്ധിപ്പിച്ചു എന്ന ദൈവത്തിന്, നമുക്ക് ആരോഗ്യം വർദ്ധിപ്പിച്ചു എന്ന ദൈവത്തിന്, രക്തത്തിനകത്ത് ജീവന വെച്ച ദൈവത്തിന്, അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടാം ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ, മഹത്വം കൊടുക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം പറയുക. അന്യഭാഷ പ്രാപിച്ച അന്യഭാഷ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അന്യഭാഷ പ്രാപിക്കാൻ ദൈവങ്ങൾക്ക് സ്തോത്രം, ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഓ റവനവനവ ശന്തനവര ഗനകരൈക്തമന അന്തരാധരമാ റിവനവ ശന്തനവര. നിന്റെ ജീവനെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ സഭയ്ക്കെതിരെ, നിന്റെ മിനിസ്ട്രിക്കെതിരെ, നിന്റെ ആത്മീയ മണ്ഡലത്തിനെതിരെ, നിന്റെ ഭൗതിക മണ്ഡലത്തിനെതിരെ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ നിന്നെ പിടിച്ചു നിർത്തിയ ദൈവത്തിന് ആമേ കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഓ റവനവലവ ശന്തനവല അന്തരാധരമാ റവനവ ശന്തനവല. ഭാരങ്ങൾ മാറിപ്പോകട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, സമാധാനം പ്രാപിക്കട്ടെ. അക്ഷരം കൊല്ലും, ആത്മാവ് ജീവിപ്പിക്കും, ദൈവാത്മാവ് ജീവിപ്പിക്കും. ഓ റവനവലവലവ ശന്തനവലവല. യേശുവിന്റെ രക്തത്താൽ ചെയ്യാം, യേശുവിന്റെ വചനത്താൽ ചെയ്യാം, യേശുവിന്റെ രക്തത്താൽ ജയമേറ്റെടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇസ്രായേലിന്റെ പരിപാലകൻ, മയങ്ങാത്ത ദൈവം, ഉറങ്ങാത്ത ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ഇന്നൊന്ന് കഴുകി ശുദ്ധീകരിക്കണം. എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നുപോയ കുറവുകൾ, ബലഹീനതകൾ, താഴ്ചകൾ, വീഴ്ചകൾ, സംസാരത്തിൽ, നോട്ടത്തിൽ, ഭാവത്തിൽ, ചിന്തയിൽ, നിരൂപണത്തിൽ, ഇടപഴകലിൽ, കൊടുക്കലിൽ, വാങ്ങലിൽ അറിഞ്ഞോ അറിയാതെയോ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെയോ മനുഷ്യനെയോ വേദനിപ്പിച്ചു പോയത് യേശുവേ എന്നോട് ക്ഷമിക്കണമെന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഉടകമന ദിവരവ ശന്തന വരകന രക്തമന. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിലെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമെന്ന വചനപ്രകാരം ഇന്ന് പകൽക്കാലം നമ്മുടെ അന്തർഭാഗത്തിലെ സത്യം, ഹൃദയത്തിലെ അന്തരംഗത്തിലെ സത്യം, അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിലെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമെന്ന് വചനപ്രകാരം ഇന്ന് പകൽക്കാലം സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ജീവിച്ചു വന്നുപോയ ആമേസ്തോം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, മനുഷ്യനുമായുള്ള ബന്ധത്തിൽ വന്നുപോയ കുറവ് ക്ഷമിക്കണം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. തെറ്റിനെ തെറ്റെന്ന് പറയണം, ശരിയെ ശരിയെന്ന് പറയണം. തെറ്റിന് ശരിയെന്ന് പറയരുത്, ശരിയെ തെറ്റെന്ന് പറയരുത്. സത്യത്തെ അസത്യം കൊണ്ട് തടുക്കുന്ന ഏവന്റെ മേലും, ഏത് മനുഷ്യന്റെ മേലും ദൈവകോപം വരും. എന്നാൽ ദൈവവചനപ്രകാരം ജീവിക്കുന്നവന്റെ മേൽ ദൈവപ്രസാദം വരും എന്ന് സമർപ്പിച്ചു പ്രാർത്ഥിച്ചാട്ടെ.
കർത്താവിന് കഴുകി ശുദ്ധിയും സമർപ്പിച്ചാട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ കർത്താവേ, സ്വർഗ്ഗദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ സ്തോത്രം. ആകാശം മാറിയാലും ഭൂമി നീങ്ങിയാലും സ്തോത്രം. ദൈവാത്മാവിൽ ആമേ സ്തോത്രം കർത്താവ് എഴുതപ്പെട്ട വചനം, അങ്ങ് തന്ന വചനം അങ്ങ് പറയുന്നത് മാത്രം പറയാൻ സമർപ്പിക്കുന്നു. അങ്ങ് തരാത്തൊന്നും പറയരുത്, അങ്ങ് തരുന്നതൊന്നും പറയാതെ പോകാൻ വിടരുത്. പറയേണ്ട വാക്കുകൾ, പറയേണ്ട വചനങ്ങൾ, പറയേണ്ട ആലോചനകൾ പരിശുദ്ധാത്മാതരത്തിൽ തരണം കർത്താവേ. ഇന്ന് പകർക്കാലം യേശയ്യാവിൻ്റെ നാവിത്തോട്ട തീക്കനലും യിരെമ്യാവിൻ്റെ നാവി തന്ന വചനവും മോശയുടെ നാവും ദൈവത്തിൻ്റെ സാന്നിധ്യവും പത്രോസിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ കൃപയും ഇന്ന് പകർക്കാലം യേശുവിനാന്തി വെളിപ്പെട്ട് വരാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനങ്ങൾക്ക് മനസ്സിൽ കാതുഹരണം തുറക്കപ്പെടണം. നമ്മുടെ കുറവുകളെല്ലാം ക്ഷമിച്ച് വിടുവിക്കും ദൈവസാന്നിധ്യം വ്യാപരിക്കും. യേശുനാം തന്നെ ആമേ. ദൈവം പ്രാർത്ഥന യാചനം കേട്ടിരിക്കാൻ കരങ്ങൾ ഉയർത്തല്ലേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ ഐശ്വര്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം ബലപ്പെടുത്തട്ടെ. ആമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേ. ദൈവം തന്ന ചില ദൂതുകൾ പറയാൻ നിയോഗം ഉള്ളതുകൊണ്ട് അത് പറഞ്ഞ ശേഷം ഞാൻ വചനത്തിലേക്ക് കയറുന്നതാണ്. സ്തോത്രം. ശ്രദ്ധിച്ച് കേട്ടിരുന്നോളം. ആമേ. സ്തോത്രം. നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ആൻറ്റിയോട് പറയാൻ പോവുക. സ്തോത്രം. ഉടഞ്ഞു എന്ന് തോന്നിയ ചില വിഷയങ്ങളുടെ നടുവിൽ, ആമെ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് തോന്നുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ തമ്പുരാൻ ആമെ ഉരുവാക്കാൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. ആമെ ഭാരപ്പെടുന്ന, ആമെ ഉടഞ്ഞു പോയെന്ന് തോന്നുന്ന ചില വിഷയങ്ങളിൽ ആത്മീയ, ഭൗതിക, കുടുംബപരമായ, ആമെ വ്യക്തിപരമായ ചില വിഷയങ്ങൾ, ഉടഞ്ഞുപോയ ചില വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ കരം തൊട്ട് വചനമയച്ച് അതിനൊരു ഉരുവാക്കുന്നൊരു മണ്ഡലത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൈപിടിച്ചു കയറ്റുന്ന പകർക്കാലം അത്രേ ഇനി പകർക്കാലമെന്ന് ഈ ആൻറ്റിയോട് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ഇന്ന് മകൾ തിരിച്ചറിയണം. ആമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേ. സ്തോത്രം. പുറകിരിക്കുന്ന ആ അച്ഛനോട് കൈ പൊക്കിയോട്ടെ. ആമേ. ഇരുന്നു. ആമ കൈ താത്തിയോട്ടെ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേ. സ്തോത്രം. ആമേ. ആമേ. സാറ് ആമേ. സ്തോത്രം. എന്തെങ്കിലും പ്രയാസം പ്രാർത്ഥിക്കണം മാത്രമേ എന്നെ പറഞ്ഞിട്ടുള്ളൂ. ആമേ. ദൈവാത്മാവ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ പറയാൻ പോവാം. സ്തോത്രം. ശ്രദ്ധിച്ച് കേട്ടോണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. സ്തോത്രം. ആമേ. സ്തോത്രം. മദ്യത്തിന് രക്ഷപ്പെടുവാൻ, ആമേ. സ്തോത്രം. മയക്കുമരുന്ന് രക്ഷപ്പെടുവാൻ, പ്രതിസന്ധികൾ രക്ഷപ്പെടുവാൻ, പ്രതികൂലങ്ങൾ രക്ഷപ്പെടുവാൻ മറ്റൊരുത്തന് രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട നാമം യേശുവിന്റെ നാമത്തെ മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ അവസ്ഥയും മാറ്റും, നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥയും മാറ്റിത്തരുമെന്ന് ദൈവാത്മാവ് പറയുക. ഇന്ന് പകൽ തിരിച്ചറിയണം. മനുഷ്യൻ പുറമേ നോക്കുന്നു, എൻ്റെ ദൈവം, നമ്മുടെ ദൈവം ഹൃദയങ്ങളെ തോക്കി നോക്കുന്നു. ആമേ. സ്തോത്രം, സ്തോത്രം. ആരൊക്കെ നിന്നെ നോക്കി ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞു, അവിടെ നടുവിൽ യേശുവിനെ വിശ്വസിച്ച് ജീവിച്ചാൽ, യേശുവിന്റെ വചനപ്രകാരം ജീവിച്ചാൽ, യേശുവിന്റെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോയാൽ, ദൈവത്തിന്റെ വചനമനുസരിച്ച് മുന്നോട്ട് പോയാൽ എന്നേക്ക് ഉറച്ചു നിൽക്കുന്ന സീയോൻ പർവ്വതം പോലെ നിലനിർത്തും. നീ ഉറച്ചു നിൽക്കണം. ആമെ. പ്രതികൂലം വരുമ്പോ ഇട്ടിട്ട് പോകരുത്. സ്തോത്ര. പ്രയാസം വരുമ്പോ പ്രാർത്ഥന വേണ്ടെന്ന് പറയരുത്. സ്തോത്ര. പ്രതിസന്ധി വരുമ്പോ ഇനി മതി എന്ന് പറയരുത്. കർത്താവ് യേശുവിൽ വിശ്വസിച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഏത് പ്രതിസന്ധിയിലും നിന്നെ അനാഥനായി വിടാത്ത ഒരു യേശു നിന്റെ കൂടെ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ഇന്ന് പകൽക്കാലം ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില സർവ്വലോകത്തെക്കാളും വിലയുള്ളതാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആമേ. സ്തോത്രം. അങ്ങനെ ആത്മാവിനെയാണ് നമ്മുടെ ഓരോരുത്തരുടെ അകത്തുതയും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ദൈവം ദൂത് തരുന്നെങ്കിൽ ദൈവം നിയമത്തിൽ പറയുന്നതായിരിക്കും. ദൈവം പറയുന്ന പോലെ നമുക്ക് ആമേ. സ്തോത്രം. അതിനകത്തിലേക്ക് കയറാം. അതിന് മുന്നേ ആമേ. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ വചനം ആമേ. സ്തോത്രം പ്രസംഗിക്കുവാൻ, ദൈവ ആലോചന വിളിച്ചു പറയുവാൻ എന്നെ കൊണ്ടുവന്ന, എനിക്ക് ആയുസ് എന്ന എൻ്റെ ദൈവത്തിന് ഞാൻ കോടാനുകൂടി സ്തോത്രം സമർപ്പിക്കുന്നു. ആമേ. സ്തോത്രം. ആമേ. കാരണം ആമേ കഴിഞ്ഞ ആഴ്ചയിൽ സത്യം പറഞ്ഞു വെച്ചാൽ ഞാൻ ആമേ ദേവാസം പറഞ്ഞ പോലെ, ജോജിപ്പാസ് പറഞ്ഞ പോലെ ആമേ. സ്തോത്രം. ഞാൻ ഈ മീറ്റിങ്ങിന് വരേണ്ടതായിരുന്നു കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ്. എന്നാൽ ആമേ ചുരുങ്ങിയൊരു 10 ദിവസം പനിയാൽ ഭാരപ്പെട്ടു. വല്ലാത്ത ചുമ, പനി, ശരീരം മൊത്തം വേദന, അങ്ങനെ ഒരു ഭാരപ്പെട്ട് കഴിയുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ആമേ. സ്തോത്രം. പ്രാർത്ഥനയിൽ വിടുതലുണ്ട് കേട്ടോ. ആരാധനയിൽ വിടുതൽ നടക്കും. പാടുമ്പോൾ വിടുതൽ നടക്കും. വിശ്വാസം വേണം. സ്തോത്രം. ആമേ. വിശ്വാസമെന്ന് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യം നിശ്ചയമാണ്. സ്തോത്രം. ഞാനിങ്ങനെ 10 ദിവസമായിട്ടും
ആമയെ സ്തോത്രം. അങ്ങനെ ആമയെ പനിയായി നടക്കുക. അപ്പോൾ തന്നെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ വേണ്ടതുപോലെ സൗഖ്യമില്ല. പകൽ പനി കുറവാണെങ്കിൽ രാത്രിയാകുമ്പോൾ പനി കൂടും. ആമയെ സ്തോത്രം. അങ്ങനെ അവസ്ഥയിലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ആമയെ സ്തോത്രം എൻ്റെ സഭയിലെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എൻ്റെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആമയെ സ്തോത്രം. ആമയെ നിൻ്റെ മരുന്നൊന്ന് നീ നിർത്തിയാൽ ഇന്ന് ഞാൻ നിന്നെ പൂർണ്ണ സൗഖ്യമാക്കി തരാറുണ്ട്. സ്തോത്രം. ഓർത്തോളണം, മരുന്നിന് ചില രോഗങ്ങൾ സൗഖ്യമാക്കാൻ പറ്റും. എന്നാൽ ചില രോഗം ദൈവം സൗഖ്യമാക്കിയാലേ സൗഖ്യമാകുമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നടക്കത്തുള്ളൂ. സ്തോത്രം. ആമയെ സ്തോത്രം. ഞാൻ ഉടനെ ആമയെ സ്തോത്രം. ഇങ്ങനെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പാട്ടുപാടി ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുക. എൻ്റെ അടുത്ത് ഓർത്തോളം ദൈവമക്കളെ, ദൈവം നിന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്നത് നിനക്കും ദൈവത്തിനും വ്യക്തമായിട്ടറിയാം. ശൗലിന്റെ കൂടെയുള്ളവർ ആമേ സ്തോത്രം ശൗൽ ആമെ കേട്ട ദൈവശബ്ദം അവർ കേട്ടില്ല. എന്നാൽ ശൗൽ വ്യക്തമായി ദൈവശബ്ദം കേട്ടിരുന്നു. സ്തോത്രം. ആമേ സ്തോത്രം. അപ്പോൾ ദൈവം പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നെ സൗഖ്യമാക്കാം, ആ മരുന്ന് നിർത്താൻ പറഞ്ഞു. ആമേ സ്തോത്രം. മരുന്ന് എനിക്ക് തെറ്റല്ല കേട്ടോ, എന്നാൽ ഓർത്തോളണം, ചിലതൊക്കെ പ്രാർത്ഥിച്ചാലേ മാറും. ദൈവം കണ്ട് അങ്ങനെ മാറത്തുള്ളൂ ദൈവമക്കളെ. ആമേ സ്തോത്രം. ഞാൻ പറഞ്ഞു, കർത്താവ് മരുന്ന് നിർത്തിയേക്കാം, എന്നെ സൗഖ്യമാക്കണേ പ്രാർത്ഥിച്ചു. അങ്ങനെ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരിക്കുക. ആമേ അങ്ങനെ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി എന്നിലേക്ക് ഇറങ്ങുന്നത്, എൻ്റെ തല മുതൽ പാദം വരെ ഇറങ്ങുന്നത് ദൈവശക്തിയെ രുചിച്ചറിഞ്ഞു. വചനം പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നിന്റെ ശരീര സൗഖ്യം കാണും. വിശ്വസിച്ചാൽ ദൈവ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ദൈവാത്മാവ് ഉറപ്പിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവം എനിക്ക് തന്ന സൗഖ്യത്തിനായി ഞാൻ കോടാനുകൂടി സ്തോത്രവും സ്തുതിയും മഹത്വം അർപ്പിക്കുന്നു ദൈവത്തിന്. സ്തോത്രം. അപ്പോൾ യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വരുമ്പോഴും എന്ത് പ്രതിസന്ധി വരുമ്പോഴും ദൈവം നല്ലവനാണെന്ന് വിശ്വസിക്കുക. ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. ദൈവം ചാരയുണ്ടെന്ന് വിശ്വസിക്കുക. ദൈവം നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. ആമേ. ബഹുമാനപ്പെട്ട ആമേ ജോർജ് എബ്രഹാം പാസ് കുടുംബം, ഇവിടെ ആയിരിക്കുന്ന അനുസാർ ആമേ, ഇവിടെ ആയിരിക്കുന്ന മക്കൾ ആമേ, പുതുതായി ഇവിടെ മിഷനറിയായി കടന്നു വന്ന ആമേ ദൈവത്തിൻ്റെ ദാസനെ കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും അവിടെ ആയിരിക്കുന്ന സഹോദരന്മാർക്കും എല്ലാവർക്കും ഒരിക്കൽ വന്നവനും രണ്ടാമത് വരുന്ന അരുൾ ചെയ്ത എൻ്റെ അരുമനാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സ്തോത്രം. നമുക്കിനി വചനത്തിലേക്ക് കയറാം. നമ്മളെ ബലപ്പെടുത്തി നിർത്തുന്നത് ദൈവത്തിൻ്റെ ജീവൻ്റെ വചനമാണ്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? വചനമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ആമേ ദൈവത്തിന് എത്രത്തോളം നമ്മൾ ആമേ സ്തോത്രം ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവോ, വചനത്തിന് എത്രത്തോളം ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവോ, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും. ആമേ സ്തോത്രം. അല്പനേരത്തെ വചനം ചിന്തിക്കുവാൻ എബ്രയർക്ക് എഴുതിയ ലേഖനം, എബ്രയർ 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പ്രാരംഭമായി വായിക്കാം. എബ്രയർ 12-ന്റെ 3-ാമത്തെ വാക്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടെ വായിച്ചു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവൻ എന്ത് ചെയ്യണം? ധ്യാനിച്ചുകൊള്ളും. സ്തോത്രം. ഇതിന് 3 കാര്യമാണ് ഞാൻ ദൈവം സഹായിച്ച് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്കരുത്. 2, മടുക്കരുത് പ്രാർത്ഥനയിൽ. 3, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ളവനെ എന്ത് ചെയ്യണം? ധ്യാനിച്ചുകൊള്ളും. യേശുവിനെ, വചനത്തെ ധ്യാനിക്കുക. ആമേ സ്തോത്രം. 3 ഭാഗമായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ വിഷയം മറക്കരുത്, നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. അതാണ് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. ആമേ എബ്രയ ലേഖനത്തെക്കുറിച്ച് എഴുത്തുകാരൻ പറയുന്നത്, എബ്രയ വിശ്വാസികൾ, ദൈവത്തെ വിശ്വസിച്ചു വന്ന വിശ്വാസികൾ, അവർ ആരംഭകാലത്ത് വളരെ ആത്മീയ കാര്യങ്ങൾ ഉന്മേഷമുള്ളവരായിരുന്നു. അതുപോലെ തന്നെ അവർ ഉത്സാഹമുള്ളവരായിരുന്നു. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ അവർക്കൊരു മന്ദത വന്നു. എന്ത് വന്നു?
മന്ദത വന്നു. ആമേ സ്തോത്രം അല്ലേ. നമുക്കും ആമേ ആദ്യമായിട്ടൊക്കെ വിശ്വാസത്തിൽ വരുമ്പോൾ നല്ല എരിവ് അല്ലേ. സ്തോത്രം. ആമേ സ്തോത്രം. എന്ന വർഷങ്ങൾ കഴിയും തോറും എരിവ് ആമേ സ്തോത്രം കുറഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവരെ നോക്കിയിട്ട് ദൈവാത്മാവ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്കരുത്. സ്തോത്രം. അപ്പോൾ ക്ഷീണിക്കരുത്. ദൈവത്തറിയ ദൈവമക്കളെ, ഒരു കാലത്ത് ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ പ്രാർത്ഥനയ്ക്ക് വന്നു. ആമേ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞാൽ, ഉപവാസ പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞാൽ, കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞാൽ, കുടുംബ യോഗമുണ്ടെന്ന് പറഞ്ഞാൽ, ആരാധന ഉണ്ടെന്ന് പറഞ്ഞാൽ, കൺവെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ, ആരംഭകാലത്ത് ആമേ പോകാനും വരാനും വളരെ ഉത്സാഹമായിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആമേ സ്തോത്രം ആമേ ഉത്സാഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധനായ ദൈവം വചനത്തിലൂടെ നിന്റെ മനസാക്ഷിയെ തൊട്ട്, നിന്റെ ചിന്തകളെ തൊട്ട്, നിന്റെ നിരൂപണത്തെ തൊട്ട്, നിന്റെ വിചാരങ്ങളെ തൊട്ട് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്കരുത്, നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കരുത്, നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കരുത്. ആത്മീയ വിഷയത്തിൽ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ മനസ്സിലാക്കണം. ഒന്നാമത്തെ ചിന്താ വിഷയം എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്കരുത്. ആമേ സ്തോത്രം. അപ്പോൾ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യാൻ പാടില്ല? ക്ഷീണിക്കാൻ പാടില്ല. ആമേ സ്തോത്രം. ക്ഷീണിക്കുമ്പോൾ നാം പലതും പറയാൻ സാധ്യതയുണ്ട്. ക്ഷീണിച്ചാൽ എന്തൊക്കെ സംഭവിക്കും നാം ചിന്തിക്കണം കേട്ടോ. ക്ഷീണിച്ചാൽ, മനസ്സ് ക്ഷീണിച്ചാൽ, ആത്മീയത്തിൽ ക്ഷീണിച്ചു പോയാൽ, ഹൃദയം ക്ഷീണിച്ചു പോയാൽ എന്തൊക്കെ സംഭവിക്കും നമ്മൾ അറിയണം കേട്ടോ. നമുക്ക് ചില വാക്യം വായിക്കാം. 61 സങ്കീർത്തനം 2-ാമത്തെ വാക്യം. 61 സങ്കീർത്തനം 2-ാമത്തെ വാക്യം. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കും ദൈവമക്കളെ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്കരുത്, നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കരുത്, നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കരുത്. കാരണം എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് നടത്തണമേ. എന്തർത്ഥം? ആമേ ആത്മീയ ജീവിതത്തിൽ ക്ഷീണം വരുമ്പോൾ നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം കേട്ടോ. ആമേ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ഈ പകലെല്ലാം വെയിലത്ത് പണി ചെയ്തു വരുന്ന മാതാപിതാക്കൾ പറയാറുണ്ട്, വൈകുന്നേരത്ത് വീട്ടിലും പറയുന്ന പദവിയാണ് ആമ ജോലിയുടെ ക്ഷീണം, സൂര്യന്റെ ചൂടെന്ന ആമ ക്ഷീണം. ഇതെല്ലാം അവരെ മാനസികമായി അസ്വസ്ഥപ്പെടുത്തുമ്പോൾ ആമ അവർ വളരെ സഹിച്ചുകൊണ്ട് അത് ആമയെ തരണം ചെയ്ത് മുന്നോട്ട് വരുന്ന പോലെ വിശ്വാസ ജീവിതത്തില് ഹല്ലേലൂയ ആമ വായിച്ചതുപോലെ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റം നിന്ന് വിളിച്ചപേക്ഷിക്കും. ദൈവത്തെ സേവിക്കും ദൈവമക്കളെ, നിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ നീ യേശുവിനെ വിളിക്കണം. യേശുവിനെ വിളിച്ചാൽ, ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണമെന്ന് വിളിച്ചാൽ അവൻ നിൽക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ യേശുവിനെ നീ വിളിക്കണം. സ്തോത്രം. ദൈവത്തെ വിളിക്കണം. പാട്ടുകാരൻ പാടിയതുപോലെ അവൻ വിളിച്ചാൽ ആമ വെളിപ്പുറത്ത് വരും. അതാ പാട്ടുകാരൻ പാടിയത്, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, കണ്ണിൻ മണി പോലെ കാത്തിടും. അപ്പോൾ ഓർത്തോളണം, ദൈവത്തെ വിളിക്കണം. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നെ വിളിച്ചപേക്ഷിക്കും. നിന്റെ ജീവിതത്തിൽ വിശ്വാസം നിൽക്കുമ്പോൾ വരുന്ന പ്രതികൂലങ്ങള്, പ്രയാസങ്ങളുടെ നടുവില്, പ്രശ്നങ്ങളുടെ നടുവില്, ആമേ അസ്വസ്ഥപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവമക്കളെ നീ യേശുവിനെ വിളിക്കാൻ മനസ്സുള്ള വ്യക്തിയെ മാറട്ടെ. ക്ഷീണിച്ചു പോകരുത് കേട്ടോ. ആമേ പരിശുദ്ധാത്മാവ് പറയുമെന്ന പൊതുവെയുള്ളൊരു ദൂത് ഞാൻ ദൈവത്തെ പറയാൻ പോവുക. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ആമേ സ്തോത്രം സ്തോത്രം. കുടുംബത്തിനകത്ത് ക്ഷമ അത്യാവശ്യമാണ്. ആമേൻ. കുടുംബത്തിനകത്ത് എന്താണ് ആവശ്യം? ക്ഷമ. സ്തോത്രം. ആമേ സ്തോത്രം. ആമേ നിങ്ങളിനി രണ്ടല്ല, നിങ്ങൾ ഒന്നാണെന്നൊക്കെ പറഞ്ഞ് ഉഭയസമ്മതമൊക്കെ ചൊല്ലി ആമേ ദൈവത്തിന്റെ ദാസന്മാര് പ്രാർത്ഥിച്ച് ആശീർവദിച്ചു വിട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. ഓർത്തോള, ക്ഷമയുണ്ടെങ്കിലേ കുടുംബജീവിതം ഒന്നിച്ചു പോകത്തുള്ളൂ. സ്തോത്ര. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞിട്ടോ, നിങ്ങളുടെ മനസാക്ഷിയെ തൊട്ടിട്ട, നിങ്ങളുടെ ചിന്തകളെ തൊട്ടിട്ട, നിങ്ങളുടെ നിരൂപണത്തെ തൊട്ടിട്ട ഈ വചനമെല്ലാം ദൈവനോട് പറയിപ്പിന് വ്യക്തമായിട്ട് അറിയുക. എൻ്റെ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ആകാശം മാറിയാലും ഭൂമി നീങ്ങിയാലും ദൈവത്തിന്റെ വചനം മാറത്തില്ല. ദൈവമക്കളെ എനിച്ചറിയണം. ആമേ സ്തോത്രം. ആമേ സ്നേഹിക്കുന്നതിന്റെ ഭർത്താവ് നിന്നോട് ചൂടായാൽ, നിന്നോട് ദേഷ്യപ്പെട്ടാൽ നീ ക്ഷമിക്കണം. സ്തോത്രം. ഭർത്താവ് ചൂടായാൽ
ഭാര്യ എൻ്റെ ഭാഷയിൽ പറഞ്ഞ കൂളാകണം. ആമേൻ സ്തോത്രം. ഇനി ഭാര്യ ചൂടായാൽ ഭർത്താവ് എന്ത് ചെയ്യണം? കൂളാകണം എന്ന് പറഞ്ഞാൽ ആമേൻ ഭർത്താവ് ചൂടാകുമ്പോൾ ഭാര്യ ക്ഷമിക്കുന്നു, ഭാര്യ ചൂടാകുമ്പോൾ ഭർത്താവ് ക്ഷമിക്കുന്നു. അങ്ങനെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നിന്റെ വിശ്വാസ ജീവിതവും നിന്റെ കുടുംബ ജീവിതവും നന്നായി പോകത്തുള്ളൂ മക്കളെ. ഇന്ന് പകൽ തിരിച്ചറിയണം കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഓർത്തോ, മക്കൾ ചൂടാകുമ്പോൾ അപ്പനമ്മ ക്ഷമിച്ചില്ലേ? ആമേൻ. അപ്പനമ്മ ചൂടായപ്പോൾ മക്കൾ ക്ഷമിച്ചില്ലേ? ആമേൻ സ്തോത്രം. വിശ്വാസികൾ ചൂടായപ്പോൾ ദൈവദാസന്മാർ ക്ഷമിച്ചില്ലേ? ദൈവദാസന്മാർ ചൂടായപ്പോൾ ദൈവമക്കൾ ക്ഷമിച്ചില്ലേ? ഓർത്തോ, ക്ഷമയിലൂടെ സഹിഷ്ണുതയിലൂടെ നിന്റെ കുടുംബം ഒന്നായി പോകത്തുള്ളൂ, സുശോഷയിൽ മുന്നേറി പോകത്തുള്ളൂ മക്കളെ. ഇന്ന് പകൽ തിരിച്ചറിയണം കേട്ടോ. നിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ നീ ഭൂമിയുടെ അറ്റത്ത് വിളിച്ചപേക്ഷിക്കണം. ആമേൻ സ്തോത്രം. ആ വചനത്തിൽ വായിച്ചതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്കരുത്. അപ്പോൾ പ്രതിസന്ധിയും പ്രയാസം കടന്നു വരുമ്പോൾ ക്ഷീണിച്ച് മടുത്തു പോകരുത് കേട്ടോ. ക്ഷീണം നിന്റെ ആത്മീയ ജീവിതത്തെ ബാധിക്കരുത്, നിന്റെ പ്രാർത്ഥനയെ ബാധിക്കരുത്, നിന്റെ ആരാധനയെ ബാധിക്കരുത്, നിന്റെ വിശ്വാസത്തെ ബാധിക്കരുത്, ദൈവം ജീവിക്കാൻ ബാധിക്കരുത്. കാരണം ഒരനർത്ഥവും നിനക്ക് ഭവിക്കില്ലെന്ന്, ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കിൽ വന്ന ദൈവം നിന്നെ കണ്ടെങ്കിൽ, വിശ്വാസി കൊണ്ടുവന്നെങ്കിൽ, ദൈവം നിന്നെ നിർത്തിയെങ്കിൽ നിന്റെ ഹൃദയം ക്ഷീണിക്കരുത്, നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു പോകാൻ പാടില്ല ആത്മീയ ജീവിതത്തില്. ഇന്ന് പകൽക്കാലം ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്കരുത്, നിങ്ങളുടെ മനസ്സെന്ത് വരുന്നത്? ക്ഷീണിക്കരുത്. ആമേ ക്ഷീണം വരുമ്പോൾ ആരിനെ വിളിക്കണം? യേശുവിനെ വിളിക്കണം. ആമേൻ സ്തോത്രം. അതാ വചനം പറയുന്നത്, കഷ്ടകാലത്തന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ കഷ്ടം വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ, മനസ്സ് അസ്വസ്ഥപ്പെടുമ്പോൾ നീ യേശുവിനെ വിളിക്കണം. വിളിച്ചാൽ അത്ഭുത മന്ത്രിയുടെ സാന്നിധ്യം വരും, വീരനാം ദൈവത്തിന്റെ സാന്നിധ്യം വരും, നിത്യപിതാവിന്റെ സാന്നിധ്യം വരും, സമാധാനപ്രഭുവിന്റെ സാന്നിധ്യം വരും, നിന്റെ ഹൃദയത്തിൽ വരും, നിന്റെ മനസ്സിൽ വരും, നിന്റെ കുടുംബത്തിൽ വരും, നിന്റെ സുശേഷി വെളിപ്പെട്ടു വരും ദൈവ സാന്നിധ്യം. അതിനെന്ത് ചെയ്യണം? നീ യേശുവിനെ വിളിക്കണം. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത് കേട്ടോ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വാക്യത്തിലേക്ക് വരാം. ആമേൻ. സംഖ്യാപുസ്തകം 21:4 മുതൽ 9 വരെയുള്ള വാക്യം വായിക്കണം. സംഖ്യാപുസ്തകം 21:4 മുതൽ വായിച്ചാട്ടെ. സംഖ്യാപുസ്തകം 21 അധ്യായം അതിന്റെ 4 മുതൽ. ശ്രദ്ധിക്കണമേ. അവിടെ വായിക്കുന്നു. ആമേ. 4-ാമത്തെ വാക്യം ഒരു കൂടെ വായിക്കാം. ഓർത്തോളം. ഇവിടെ വായിച്ചു, വഴി നിമിത്തം ജനത്തിന്റെ മനസ്സെന്ത് ചെയ്തു? ക്ഷീണിച്ചു. നിങ്ങളുടെ ഉള്ളെന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. നിങ്ങളുടെ ആത്മീയം എന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. ഇസ്രായേൽ ജനം ഇസ്രായേലിലായിരുന്നു. അവർ കഷ്ടത അനുഭവിച്ചു, പ്രതിസന്ധി അനുഭവിച്ചു, അവർ മുന്നോട്ട് വരികയാ. എന്നാൽ ദൈവയുടെ കഷ്ടത കണ്ട് അവിടെ നിലവിളി കേട്ട് ദൈവം മോശയെ അയച്ച്, ദൈവനിയോഗത്തിൽ മോശയെ അയച്ച് അവരെ ദൈവം പുറപ്പെടുവിച്ചു. 10-ാമത്തെ ബാധയില് ഫറവോന്റെ അടിത്തറ പിടിച്ചു കുലുക്കിയിട്ട് തന്റെ മക്കളെ തമ്പുരാൻ ചെയ്തു പുറപ്പെടുവിച്ചു മുന്നോട്ട് കൊണ്ടുവന്നു. അവിടെ മുമ്പിൽ ചെങ്കടലിനെ ദൈവം രണ്ടാക്കി. ആമേ സ്തോത്രം. അങ്ങനെ മുന്നോട്ട് വന്നു. അവർക്ക് വേണ്ട ഭക്ഷണം ദൈവം കൊടുക്കുന്നു, അവർക്ക് വേണ്ട വെള്ളം ദൈവം കൊടുക്കുന്നു. എന്നാൽ അവിടെ കാണുന്നതാണ്, അവിടെ മനസ്സ് ക്ഷീണിച്ചു പോയി. ആമേ. വഴിയുടെ ദൂരം നിമിത്തം അവിടെ മനസ്സ് ക്ഷീണിച്ചു. അവരെന്ത് ചെയ്തു? ഹല്ലേലൂയ പറയുകയാണ്. ആമേ. മനസ്സ് ക്ഷീണിച്ചപ്പോൾ അവർ ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, മനസ്സ് ക്ഷീണിച്ചാൽ നീ ദൈവത്തിനും മോശയ്ക്കുമെതിരെ സംസാരിക്കാൻ സാധ്യതയുണ്ടെന്ന വചനം പഠിപ്പിക്കുന്നത്.
നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. ആമേ സ്തോത്രം വായിക്കുന്നു. അവരുടെ മനസ്സ് വഴിയുടെ ദൂരം നിമിത്തം മനസ്സ് ക്ഷീണിച്ചു. അവരെന്ത് ചെയ്തു? ദൈവത്തിന് മോശയ്ക്കുമെതിരെ സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് പകർക്കാലം തിരിച്ചറിഞ്ഞ ദൈവമക്കളെ, നിന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത് മോശയല്ല, മോശ ദൈവം ഉപയോഗിച്ചതാ എന്ന ദൈവമാണ് നിന്നെ കൊണ്ടുവന്നത്. ഇന്ന് പകൽ തിരിച്ചറിയണം. നിന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആരാ? സുവിശേഷം പറയാൻ ഒരു ദൈവദാസനെയോ ഒരു ദൈവത്തിന്റെ മകനെയോ ഒരു ദൈവദാസിയെയോ നിന്റെ അടുക്കൽ അയച്ചതാണ്, സത്യമാണ്. എന്നാൽ അവരെ അയച്ചത് മോശയെ ഫറവോന്റെ മുമ്പിൽ അയച്ചത്, ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കാൻ അയച്ചത് ദൈവമാണ്. സ്തോത്രം എന്ന് പറഞ്ഞതുപോലെ നിന്നെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ, നിന്നെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ ഒരു ദൈവദാസനെയോ ഒരു ദൈവത്തിന്റെ മകളെയോ ദൈവം ഉപയോഗിച്ച് കാണും, സത്യമാണ്. എന്നാൽ നിന്നെ കൊണ്ടുവന്നത്, വിശ്വാസത്തിൽ കൊണ്ടുവന്നത് ദൈവമാണ്. സ്തോത്ര. ഈ ചിന്ത നിന്റെ അകത്ത് ഭരിക്കണം. സ്തോത്ര. ഇവിടെ ആരും വെറുതെ വന്നിട്ടില്ല, ദൈവം കണ്ടവരെ വന്നിട്ടുള്ളൂ. സ്തോത്ര. ഇന്ന് പകർക്കാൻ തിരിച്ചറിയണം, ഈ അനാംസിനകത്ത് നീ വെറുതെ വന്നതല്ല, ദൈവം നിന്നെ കണ്ടത് കൊണ്ട് വന്നതാ. സ്തോത്ര. ദൈവം കണ്ടത് കൊണ്ട് വന്നതാ. അതാ വചനം പറയുന്നത്, ആ മിസ്രയീം എന്ന അടിമ വീട്ടിൽ നിന്ന് ഇരുമ്പ് ഉലയിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന യഹോവയായ ദൈവം ഞാനാണെന്ന് ദൈവം പറയുന്നത്. ഓർത്തോ, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമപ്പെട്ടിട്ട് കിടന്നപ്പോൾ നിന്നെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്ലാൻ ഉള്ളത് കൊണ്ട് അവിടെ ദൈവദാസന്മാരെ, ദൈവമക്കളെ അയച്ച് നിന്നിവിടെ കൊണ്ടുവന്നത് ദൈവമാണ്. ഈ ചിന്ത നിന്റെ അകത്ത് ഭരിക്കണം. സ്തോത്രം. ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവം കൂടെയുള്ളപ്പോൾ തന്നെ അവർ ഇസ്രായേൽ ജനം പിറുപിറുക്കാൻ തുടങ്ങിയിട്ട് അവർ പിറുപിറുക്കിയ മനസ്സ് ക്ഷീണിച്ചപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിന് മോശയ്ക്കെതിരെ. ദൈവമക്കളെ, ഞാൻ ദൈവനിയോഗത്തില് പറയാ, ഒരു ദൈവനിയോഗം കൊണ്ട് പറയുക. സ്തോത്രം. ഒരു സഭ കൊണ്ടുപോകുക എന്ന് പറഞ്ഞ വളരെ റിസ്ക് ഉണ്ട്. ഒരു പ്രസ്ഥാനം, ഒരു സ്ഥാപനം ഒരു മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെ റിസ്ക് ഉണ്ട്. മറക്കരുത്. ഒരു സഭയെ കൊണ്ടുപോകണമെങ്കിലും, ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും, ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും അതിൻ്റെ പുറകിൽ, അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവദാസന്മാര്, സഹോദരന്മാര് വളരെ സ്തോത്ര പലതും സഹിച്ചും പലതും ക്ഷമിച്ചും പലതും പൊറുത്തിട്ടാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്തോത്രം. ഈ ചിന്ത നമ്മുടെ അകത്തുണ്ടാകണം. വിരോധമായി സംസാരിക്കാൻ എളുപ്പമാണ്, എന്നാൽ വചനം പഠിപ്പിക്കുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധം ഫലിക്കയില്ല. ആഭിചാരം ഇസ്രായേലിൽ ഫലിക്കയില്ല. ലക്ഷണവിധി യാക്കോബിന് അടുക്കയില്ല. ഞാൻ ദൈവനിയോഗത്തിൽ പറയുക. സ്തോത്ര സ്തോത്ര സ്തോത്ര. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആരെല്ലാം വിരോധമായി സംസാരിച്ചാലും, ആരെല്ലാം കാണുകയും കേൾക്കുകയും ഒരു പക്ഷേ കാണാതെയൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞാലും ഭാരപ്പെടണ്ട. ദർശനം തന്നെ ദൈവമാണെങ്കിൽ അവൻ ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. അവന് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം. ദർശനത്തിന് അവധി വെച്ചിരിക്കുക അല്ലേ? സ്തോത്രം. ശനിയാഴ്ച സ്കൂൾ അടച്ചാൽ തിങ്കളാഴ്ച തുറക്കും അല്ലേ? ഒരു ദിവസം അവധി, 10 ദിവസം അവധിയുണ്ട്. സ്തോത്രം. 2 മാസം അവധിയുണ്ട്. അവധി കഴിഞ്ഞാൽ പിന്നെയും പഠനം നടക്കും. സ്തോത്രം എന്ന് പറഞ്ഞതുപോലെ ദർശനത്തിന് ദൈവം അവധി വെച്ചിരിക്കുക. അവധി കഴിയുമ്പോ ദർശനത്തിന് അവധി വെച്ചിരിക്കുക. അതിന് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം. ദൈവം ഒരു പ്ലാൻ തന്നെങ്കിൽ, ദൈവം ഒരു പദ്ധതി തന്നെങ്കിൽ, ദൈവം ഒരു നിയോഗം തന്നെങ്കിൽ, ദൈവത്തിന് വാസന തീർന്നു പാസ് ദൈവം ഒരു പൂർത്തീകരിക്കാൻ ശക്തനാണെന്ന് പരിശുദ്ധാത്മാവാണ് പറയുക. അതിന്റെ നടുവില് പല പല സംസാരങ്ങൾ കാതി കേട്ടാലും നിരാശപ്പെടണ്ട. സ്തോത്ര. മോശയ്ക്കെതിരെ, ദൈവത്തിനെതിരെ ഇതാ സ്തോത്ര ഇസ്രായേൽ മക്കള് സംസാരിക്കാൻ തുടങ്ങി. അവർ സ്തോത്രം പിറുപിറുക്കാൻ തുടങ്ങി. അസ്വസ്ഥപ്പെടുന്ന രീതി പറയുകയാണ്, ഞങ്ങൾ അവിടെ തന്നെ ഇരുത്തിയപ്പോലെ എന്തിനാ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നത്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല എന്നൊക്കെ പറഞ്ഞ് ഓർത്തോളണം. ദൈവത്തിന് മോശയ്ക്കെതിരെ എന്ത് ചെയ്തു?
പിറുപിറുത്തു. ആമേ വിരോധനം സംസാരിച്ചു. നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. വിശ്വാസത്തിൽ സ്തോത്ര. ആമേ സ്തോത്ര. ക്ഷീണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പലതും പറയാൻ സാധ്യതയുണ്ട്. വചനത്തിലുള്ള പ്രവചനം ഞാൻ ദൈവനിയോഗത്തിൽ പറയുന്നത്. ആമേര് പറയുകയാണ്, ഞങ്ങൾക്ക് വെള്ളമില്ല, അപ്പമില്ല എന്നൊക്കെ പറയും. ഓർത്തും ദൈവമക്കളെ, നമുക്ക് ആമേ കഴിക്കാനുള്ള ഭക്ഷണവും ധരിപ്പാനുള്ള വസ്ത്രവും നീ ചോദിക്കാതെ കരയുന്ന കാക്കക്കുഞ്ഞിന് അതിന്റെ ആഹാരങ്ങളും ദൈവം ഇസ്രായേൽ ജനത്തിന് മന്ന വർഷിപ്പിച്ചു കൊടുത്തില്ലേ? അവർക്ക് തീക്കൽ പാറയിൽ വെള്ളം പുറപ്പെടുവിച്ചു കൊടുത്തില്ലേ? പകൽ മേഘസ്തംഭമായി ദൈവസാന്നിധ്യം കൂടെയിരുന്നില്ലേ? രാത്രി അഗ്നിസ്തംഭമായി വെളിച്ചമായി കൂടെയിരുന്നില്ലേ? ആ കൂടെയിരുന്ന ദൈവത്തെ, ആ നന്മകൾ കൊടുത്ത ദൈവത്തെ ഒരു സെക്കൻഡ് കൊണ്ട് അവര് മറന്നുകൊണ്ട് അവര് സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ വിരോധമായി സംസാരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട്? മനസ്സ് ക്ഷീണിച്ചതുകൊണ്ട്. ഇന്ന് പകൽ തിരിച്ചറിയണം, ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞ നാളുകൾ എന്നെ നിങ്ങൾ നടത്തിയ ദൈവമുണ്ടല്ലോ, ആ നടത്തിയ ദൈവത്തെ നന്മ മറക്കരുത്. വചനം എങ്ങനെ പറയുന്നത്? നീ നല്ല വീടുകളിൽ പാർക്കുമ്പോ, നീ തട്ടിട്ട വീടുകളിൽ പാർക്കുമ്പോ, നീ ഭക്ഷണം കഴിച്ച് തൃപ്തനായിരിക്കുമ്പോ നിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യാതെ മറക്കരുത്. ഇന്ന് പകൽക്കാലം ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ, ഏതെല്ലാം പ്രതിസന്ധികൾ വരുമ്പോഴും, ഏതെല്ലാം പ്രയാസം വരുമ്പോഴും നിനക്ക് ഭക്ഷണം തന്ന, നിനക്ക് വസ്ത്രം തന്ന, നിനക്ക് താമസിക്കാനുള്ള പാർപ്പിടം ഒരുക്കി തന്ന, നിനക്ക് താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്ന ദൈവത്തിനെതിരെ നീ പിറുപിറുക്കാൻ പാടില്ല. ആമേ സ്തോത്ര. മറക്കരുതേ മക്കളെ. എന്താ കാണുന്നറിയോ? ഇതൊക്കെ പിറുപിറുക്കാൻ കാരണം ആമേ ക്ഷീണിച്ചു പോകുന്നത് കൊണ്ടാ. ദൈവമുള്ള ബന്ധം വേണ്ടതുപോലെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിന്റെ ഹൃദയം ക്ഷീണിക്കില്ല. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ നിന്റെ മനസ്സ് ദൈവത്തിന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഹൃദയം കൊണ്ട് രക്ഷയ്ക്കായി യേശുവിനെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടും. എന്നാൽ ഒരു വ്യക്തി പിന്മാറിപ്പോകുന്നത് ഹൃദയം കൊണ്ട് ദൈവം അകലുകയും വായു കൊണ്ട് അടുക്കുകയും ശപിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് പകൽക്കാലം തിരിച്ചറിയണം, ഹൃദയം കൊണ്ട് ദൈവം അകന്നു പോയിട്ടുണ്ടോ, മനസ്സുകൊണ്ട് ദൈവം അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തില് നിന്റെ മനസ്സ് ദൈവത്തിലേക്ക് പറയുക. ഇന്ന് പകൽക്കാലം ദൈവത്തെ ചെയ്യുന്ന ദൈവമക്കളെ തിരിച്ചറിയണം, എന്തുകൊണ്ട് പിറുപിറുപ്പ് വരുന്നു? നിന്റെ ഹൃദയം ദൈവത്തിന് അകന്നു പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയം ദൈവത്തിലേക്ക് മടങ്ങി വരണം. നിന്റെ ഹൃദയം ദൈവത്തിലേക്ക് മടങ്ങി വരണം. നിന്റെ മനസ്സ് ദൈവത്തിലേക്ക് മടങ്ങി വരണം. അങ്ങനെ മടങ്ങിയ നിനക്ക് അനുഗ്രഹം ഉണ്ട്. അവിടെ വായിക്കുന്നു, അവർ മോശയ്ക്ക് ദൈവത്തിന് മോശയ്ക്ക് എന്ത് ചെയ്തു? പിറുപിറുക്കാൻ തുടങ്ങി. അതിന്റെ 6-ാമത്തെ വാക്യം, സംഖ്യാപുസ്തകം 21-ന്റെ 6-ാമത്തെ വാക്യം. അപ്പോൾ ഓർത്തോളം, മോശയ്ക്കും ദൈവത്തിനും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചാൽ വായിക്കുന്നതാണ് അഗ്നിസർപ്പത്തോടെ ഇടയിൽ ദൈവം അയച്ചു. ഇത് മോശ അയച്ചതല്ല, ദൈവം അയച്ചതാ എന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ചിട്ടാണ് മോശ പാസ്റ്ററായത്. സ്തോത്രം. മനുഷ്യൻ വിളിച്ചിട്ടല്ല. സ്തോത്രം. ഓർത്തോളം, ദൈവം വിളിച്ചിട്ടാണ് നീ ദൈവത്തിന് അഭിഷക്തനായതെങ്കിൽ ദൈവമക്കളെ, ദൈവം വിളിച്ചിട്ടാണ് നീ ഒരു വിശ്വാസിയായി മാറിയതെങ്കിൽ നിന്നെ വിളിച്ച ദൈവത്തിന് നിന്റെ ഭാരപ്പെടുന്ന വിഷയത്തിൽ പ്രതികരിക്കാൻ ശക്തിയുണ്ട്. ആരൊക്കെ സൈലന്റ് ആയിരുന്നാലും നീ ദൈവത്തിന്റെ മുമ്പാകെ വചനത്തിൽ പറയുന്നത് പോലെ പലതും കേട്ടിട്ട് ദൈവമക്കളെ, ദൈവദാസന്മാര് വിശ്വാസം നിൽക്കുമ്പോ പലതും കേട്ടിട്ട് ഇന്ന് പിടിച്ചു നിൽക്കുമ്പോ നിന്റെ മനസ്സറിഞ്ഞിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്ത് പറയുമോ? എന്നോട് വാദിക്കണമേ, എന്നോട് പൊരുകണമെന്ന് വചനത്തിൽ വായിക്കുന്ന പോലെ നീ വായിനെ കടിഞ്ഞാനിട്ട് വാക്കുമ്പോ വചനം പഠിപ്പിക്കുന്ന പോലെ ദുഷ്ട മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായെ, എൻ്റെ നാവിനെ ഞാൻ കടിഞ്ഞാനിട്ട് കാക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. സ്തോത്രം. ഉത്തരം പറയാൻ മോശയ്ക്ക് അറിയാഞ്ഞിട്ടല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്ന മോശയ്ക്ക് അറിയാ, ഞാൻ സൈലന്റായി ഇരുന്നാൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വയലുണ്ടാകും. ഇന്ന് പകർക്കാൻ തിരിച്ചറിയണം. ദൈവദാസന്മാര്, ദൈവമക്കളൊക്കെ ചില സമയത്ത് അവർ സൈലന്റ് ആയിരിക്കും. എന്തെന്നറിയോ? അവർക്ക് വേണ്ടി പ്രതികരിക്കാൻ കഴിവുള്ള ഒരു ദൈവം അവരുടെ കൂടെയുണ്ട്. ദൈവം എഴുന്നേൽക്കുമ്പോ അവനെ ശത്രുക്കൾ ചിതറുമെന്ന് വചനം പഠിപ്പിക്കുന്നത്.
മക്കളെ, മോശ സൈലന്റ് ആയിരുന്നു. എന്നാൽ മോശനെ ഇറക്കിയ ദൈവം അഗ്നി സർപ്പത്തോടെ ഇടയിലേക്ക് അയച്ചു. ആമേ സ്തോത്രം. വചനം പഠിപ്പിക്കുന്നു, വേലി പൊളിക്കുന്നവനെ, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. സ്തോത്ര. ഇവിടെ വായിക്കുന്നു, അഗ്നി സർപ്പത്തെ ദൈവം അയച്ചു. ആമേ അവരെ പലരെയും കടിച്ചു പലരും മരിച്ചു എന്ന് കണ്ടപ്പോൾ ജീവിച്ചിരിക്കുന്നവന്മാർക്ക്, കടിയേറ്റവർക്ക് പേടി വന്നു. അവർ പേടി വന്നു. വായിക്കും ഇങ്ങനെയാണ്, അവർക്ക് ഭയമില്ലാത്തിടത്ത് മഹാഭയം ഉണ്ടായി. സ്തോത്ര. ഭയം വന്നപ്പോൾ അവർ ഉടനെ മോശയുടെ അടുക്കൽ വന്ന് പറയുകയാണ്, മോശേ, ഞങ്ങള് ദൈവത്തിന് അവിടെ സ്തോത്രം നിന്നോട് ഞങ്ങൾ എന്ത് ചെയ്തു? പാപം ചെയ്തു. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, എന്താ പാപം എന്നറിയോ? പിറുപുറത്ത പാപം. സ്തോത്ര. പിറുപുറത്ത പാപം. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് നന്മ ചെയ്യാതിരിക്കുന്നെങ്കിൽ പാപം. സ്തോത്ര. എന്താണ് പാപം? ഓർത്തോളം ദൈവം വിശുദ്ധൻ. ദൈവത്തിന് യോജിക്കാത്ത അശുദ്ധമായ സംസാരങ്ങള്, ചിന്തകള് നിന്റെ ആധാരത്തിന് വരുന്നെങ്കിൽ അത് അശുദ്ധിയാണ്, പാപമാണ്. അതാണ് യേശു പറഞ്ഞത്, ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവന്റെ ഹൃദയത്തിന്റെ അകത്തളർന്ന് പുറപ്പെടുന്നതാണ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ തിരിച്ചറിയണം. സ്തോത്രം. എന്താ പാപം? എന്താണ് അശുദ്ധി? സ്തോത്ര. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തളർന്ന് പുറപ്പെടുന്ന പാപം. എന്താ പാപം? ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, ചതുവ്, ദുഷ്ടത, ദുഷ്കാമം, വിടക്കുഹന്ന്, അഹങ്കാരം, പുതുദോഷം സങ്കൽപ്പിക്കുന്നതൊക്കെയും ദൈവത്തെയും മനുഷ്യനെയും ഭിന്നിപ്പിക്കുന്ന, അകറ്റി നിർത്തുന്ന അശുദ്ധിയാണ്. അത് പാപമാണ് ദൈവമക്കളെ. സ്തോത്ര. യേശു പറഞ്ഞു, നിങ്ങൾ എന്തിനറിയോ? നിങ്ങളുടെ അകമൊന്ന് കഴുകണം. സ്തോത്ര. നിങ്ങൾ സ്തോത്ര കിണ്ണങ്ങളുടെ പുറം കഴുകുന്നു, എന്ന അകം കഴുകണം. അകം. സ്തോത്ര. എന്ന് പറഞ്ഞ ഹൃദയമൊന്ന് ശുദ്ധീകരിക്കപ്പെടണം. എന്താണ് പാപം? വായിക്കുന്നു, ഞങ്ങൾ ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ പിറുപുറത്തത് പാപമാണെന്ന് ജനം തിരിച്ചറിഞ്ഞു. ദൈവമക്കളെ തിരിച്ചറിയണം, ദൈവത്തിന് ഹിതമില്ലാത്തത് നമ്മൾ ചെയ്യുന്നതൊക്കെ പാപം തന്നെ. സ്തോത്ര. ഇന്ന് പകൽ തിരിച്ചറിയട്ടോ, തിന്നരുതെന്ന് പറഞ്ഞ ഫലം തിന്നപ്പോ എന്തായി? മനുഷ്യൻ പാപിയായി. അല്ലേ? ദൈവം ചെയ്തു 5 ദിവസം കൊണ്ട് സകല ചരാചരത്തെയും തന്റെ വായിലെ വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ പറഞ്ഞപ്പോൾ സകലത് ഉണ്ടായി വന്നെന്നും 6-ാമത്തെ ദിവസം ഭൂമിയിലെ പൊടിയെ മണ്ണെടുത്ത് തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ നിർമ്മിച്ച് മനുഷ്യന്റെ മൂക്കി ജീവശ്വാസം ഊതിയെന്ന് മനുഷ്യനെ വസ്തുത ഉണ്ടാക്കിയ മനുഷ്യൻ ആദാം, രണ്ടാമത് ഉണ്ടാക്കിയ ആ സ്ത്രീയുടെ പേര് ഹവ്വ. അവരെ ഏദൻ തോട്ടത്തിനകത്താക്കി തമ്പുരാൻ പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന് ഫലം തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പിശാച് അവിടെ വായിക്കുന്നു, പാമ്പ്, പിശാച്, സാത്താൻ അവിടെ വന്നിട്ട് പറഞ്ഞു, തിന്നുന്നാളോട് കണ്ണു തുറക്കോ, നിങ്ങൾ മരിക്കില്ലെന്ന് പറഞ്ഞു. ഓർത്തോ, മനുഷ്യനെ ചതിക്കുന്നവനാണ് പിശാച്. നമ്മൾ മനസ്സിലാക്കണം, പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അറിയണം. സ്വത്രം അറിഞ്ഞേ പറ്റത്തുള്ളൂ. അതിനെ പറഞ്ഞു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവനോട് എതിർത്ത് നിൽക്കണം. എന്നാൽ എന്ത് ചെയ്യാൻ? അതിന് മറ്റൊരു ഭാഗത്ത് പറയുന്നു, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. സ്തോത്ര. അവൻ വിട്ടുപോകണമെങ്കിൽ, അവന്റെ തന്ത്രങ്ങളെ ജയിക്കണമെങ്കിൽ നീ ദൈവവചനത്തിന് കീഴ്പ്പെടണം. അപ്പോഴാണ് വിട്ടുപോകുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഓർത്തോ, മദ്യത്തിനും മയക്കുമരുന്നിനും നിന്നെ മാടി വിളിക്കുന്ന സ്തോത്ര സമീഹമാകുമ്പോൾ അതിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ നോക്കുന്ന, ദൈവഹിതമില്ലാത്ത കൊണ്ടുപോകാൻ നോക്കുന്ന പൈശാചിക മണ്ഡലത്തെ ഇന്ന് പകർക്കാലം യേശുവിനായി തിരിച്ചറിയണം നീ. സ്തോത്രം. ദൈവമക്കളെ തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ. അത് വചനം പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. എന്ന് കേൾക്കാൻ ദൈവമക്കളെ തിരിച്ചറിയണം. അങ്ങനെ ദൈവവും മനുഷ്യനുമായിട്ട് നല്ലൊരു കൂട്ടായ്മയിൽ പോകുമ്പോൾ ആ കൂട്ടായ്മ പൊളിക്കാൻ പാമ്പെന്ന രൂപത്തിൽ സാത്താൻ ഏവം തോട്ടത്തിൽ വന്നത്. ഇന്ന് പകൽ തിരിച്ചറിയണം, നീയും ദൈവമായിട്ട് നല്ല ബന്ധത്തിൽ പോകുമ്പോൾ,
നിന്നെയും ദൈവത്തിനെയും ഭിന്നിപ്പിക്കാൻ ചില സംസാരങ്ങൾ നിന്റെ കാതുകളിൽ കേൾക്കുമ്പോൾ, ആമേൻ, ചിലതിനെ, ആമേൻ, ദൈവഹിതമില്ലാത്തതിനെ, ആമേൻ, സ്തോത്രം ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കുമ്പോൾ, പിശാച് പ്രേരിപ്പിക്കുമ്പോൾ, അവൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി ആ പാപത്തിൻ്റെ വഴിവിട്ട് ദൈവത്തിലേക്ക് വാ. അങ്ങനെ വന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. അങ്ങനെ വന്നാൽ ദൈവം അനുഗ്രഹിക്കും. കാണുന്ന താൽക്കാലികമാണ്, കാണാത്ത നിത്യമാണ്. കാണുന്ന ബിൽഡിംഗ്, കാണുന്ന മദ്യവും മയക്കുമരുന്നൊക്കെ താൽക്കാലികമാണ്. എന്നാൽ കാണാത്ത രാജ്യമുണ്ട്. അത് ദൈവരാജ്യം. ഭക്ഷണവും പാനീയമല്ല, പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും സമാധാനവുമാണ്. അത് നിന്റെ അകത്ത് വരണം. സ്തോത്രം. അത് നിന്റെ അകത്ത് വരണം. അതാ യേശു പറഞ്ഞത്, നിന്റെ രാജ്യം വരണമേ. സ്തോത്രം. നിന്റെ ഹൃദയത്തിനകത്ത് യേശുവിന്റെ സാന്നിധ്യം ഒന്ന് വരട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് യേശുവിന്റെ സാന്നിധ്യം വരട്ടെ. നിന്റെ ചിന്തകൾക്കകത്ത് യേശുവിന്റെ സാന്നിധ്യം വരട്ടെ. യേശുവിന്റെ സാന്നിധ്യത്തിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ ഹൃദയം ക്ഷീണിക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. മക്കളെ, ആമേ, സ്തോത്രം. അവർ പാപം ചെയ്തെന്ന് പറഞ്ഞു. ഓർത്തോളം തിന്നിരുന്നു ഫലം മനുഷ്യൻ തിന്നു, അവൻ പാപിയായി. ഓർത്തോ. ആമേ, സ്തോത്രം, സ്തോത്രം. ഞങ്ങളൊക്കെ ദൈവം സഹായിച്ച് ആമേ ദൈവാസന്മാര്, ആമേ ജോർജ് പാസ്റ്റർ, ആമേ, സ്തോത്രം, പരിശോധന പ്രസംഗം പറഞ്ഞുണ്ട്. ആമേ, ചിലർ പുകവലിക്കുന്നവരാ, ചിലർ മദ്യപിക്കുന്നവരാ, ചിലർ ലഹരിക്ക് അടിമപ്പെട്ടു കിടക്കുന്നവരാ. ഓർത്തോളം മനുഷ്യന്റെ, ആമേ, സ്തോത്രം, ഈ മദ്യപാനം ഉണ്ടല്ലോ, മനുഷ്യന്റെ എന്ത് ചെയ്യും? മനുഷ്യന്റെ നാടി ഞരമ്പുകളെ, രക്തധമനികളെ, മാംസപേശികളെ, ആമേ, അസ്ഥികളെ, ആന്തരിക അവയവങ്ങളെ, ആമേ, കിഡ്നി, ആമേ, കണ്ണ്, അതുപോലെ ആമേ, സ്തോത്രം, തലച്ചോറ്, ഉച്ചോട്ട്, ഉള്ളങ്കാല് പോലെ പല പല അവയവങ്ങളുടെ പ്രവർത്തനത്തെ താറുമാറാക്കുന്നതാണ് മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥം. അതുകൊണ്ടാ കുടിക്കരുത്, അതുകൊണ്ടാ വലിക്കരുത്, അതുകൊണ്ട് ലഹരി ഉപയോഗിക്കരുത് പറയുന്നത്. കാരണം എന്തുകൊണ്ട് ഉപയോഗിക്കരുത്? ആമേ, ശരീരത്തില് ലഹരി ഉപയോഗിക്കാൻ പാടില്ലെന്നറിയോ? വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിന് വന്നിരുമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നീ ചോദിക്കാതെ നിന്റെ ശരീരത്തിൽ രക്തത്തിൽ ജീവനെ വെച്ചത് നിന്റെ അടുത്ത് പെർമിഷൻ ചോദിക്കാതെ. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന് ഈ ശരീരത്തെ കുറിച്ച് ഉത്തരവാദിത്വം ഉണ്ടെന്ന്. സ്തോത്ര. അതുകൊണ്ട് സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ആമേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം തന്ന ആയുസ്സിനെ പാഴാക്കരുത്. ദൈവം തന്ന ആരോഗ്യം പാഴാക്കരുത്. ദൈവം തന്ന ബലം പാഴാക്കരുത്. അന്യന്മാർക്ക് നിന്റെ ബലം നീ വിട്ടുകൊടുക്കരുത്. നിന്റെ ജീവിതത്തെ നന്നാക്കാൻ കഴിവുള്ള യേശുവിന്റെ അടുക്കലേക്ക് വാ. ആമേ, സ്തോത്രം. അവർ പാപം ചെയ്തു. ആമേ, ദൈവദേശം നഷ്ടപ്പെട്ടുട്ടോ. പാപം ചെയ്യുന്ന മുന്നേ ദൈവവും മനുഷ്യനുമായിട്ട് കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഹല്ലേലൂയ. വെയിലുറച്ച സമയത്ത്, വെയിലാറിയ സമയത്ത് യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിനകത്ത് നടക്കുന്ന ഒച്ച കേട്ടാൽ അവർ ദൈവത്തിനടുക്കിലേക്ക് ആദാമും ഹവ്വയും ഓടി വരുമായിരുന്നു. എന്നാൽ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക്, ആമേ, സ്തോത്രം, ആമേ, ദൈവത്തിന്റെ മുമ്പിൽ വരാൻ പറ്റുന്നില്ല. അവർ അത്തിയില, ആമേ, സ്തോത്രം, തുന്നിക്കൂട്ടി, ആമേ, സ്തോത്ര, അവരെന്ത് ചെയ്യുക? ഉടുത്തിട്ട്, ആമേ, സ്തോത്ര, വൃക്ഷങ്ങളുടെ നടുവിൽ ഒളിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞിട്ടോ, പാപം ചെയ്യുന്നതിന് മുന്നേ, പാപമില്ലാത്ത മുന്നേ ദൈവത്തിനടുക്കിലേക്ക് ഓടി വരും. പാപം ചെയ്തപ്പോ ദൈവത്തിനടുക്കിലേക്ക് വരാൻ മടി. തിരിച്ചറിയണം. ആമേ, സ്തോത്രം. ദൈവഹിതമില്ലാത്തത് നീ പറയുമ്പോൾ, അറിയാതെയോ ദൈവഹിതമില്ലാത്ത പറയുമ്പോൾ, നിനക്ക് ആമേ ദൈവഹിതമില്ലാത്ത ചെയ്യുമ്പോൾ, ദൈവഹിതമില്ലാത്ത നിരൂപിക്കുമ്പോൾ, ദൈവഹിതമില്ലാത്ത പ്രവർത്തിക്കുമ്പോൾ നിന്റെ മനസ്സാക്ഷി കുത്തുന്നില്ലേ? പാസ്റ്റർ കണ്ടില്ലെങ്കിലും, പ്രവാചകൻ കണ്ടില്ലെങ്കിലും, ഉപദേഷ്ടാവ് കണ്ടില്ലെങ്കിലും, ഇടയൻ കണ്ടില്ലെങ്കിലും, സുവിശേഷകൻ കണ്ടില്ലെങ്കിലും, നിന്റെ ജീവിതത്തിൽ ആമേ, സ്തോത്രം, ദൈവഹിതമില്ലാത്തത് നീ പറയുന്ന സമയത്ത്, നീ ചെയ്യുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിനകത്ത് ദൈവിക സന്തോഷം നഷ്ടപ്പെട്ടു പോയെങ്കിൽ നീ ദൈവത്തോട് പറയും, കർത്താവേ, ആ രക്ഷയുടെ സന്തോഷം തിരികെ തരണം. ഇന്ന് പകൽക്കാലം തിരിച്ചറിയട്ടോ, നിന്റെ മനസ്സാക്ഷിയെ തൊട്ടിട്ട് ദൈവം സംസാരിക്കുന്നത്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. അപ്പോൾ പാപം ചെയ്താൽ എന്ത് സംഭവിക്കും? മനസ്സാക്ഷി കുത്തും, മനസ്സാക്ഷി കുത്തും. ആമേ, വസ്ത്രത്തിന്റെ ആമേ ഒരു അറ്റം മുറിച്ചപ്പോൾ ആമേ ദാവീദിന്റെ മനസ്സാക്ഷി കുത്തുന്ന വചനം പഠിപ്പിക്കുന്നത്.
ഈ മക്കളെ, ദൈവഹിതമില്ലാത്ത പറയുമ്പോൾ, ദൈവഹിതമില്ലാത്ത ചെയ്യുമ്പോൾ നിന്റെ മനസ്സാക്ഷി കുത്തിയാൽ നീ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ, അറിയോ പറഞ്ഞുപോയ, ഞാൻ ചെയ്തു പോയ പാപനോട് ക്ഷമിച്ച് എനിക്ക് മനസ്സിന് സമാധാനം തരണം, എൻ്റെ മനസ്സിന് സന്തോഷം തരണം, ആത്മീയത്തിൽ മുന്നോട്ട് പോകാൻ എനിക്ക് മനസ്സ് തരണമേന്ന് പ്രാർത്ഥിച്ചോ. സ്തോത്രം, ആമേൻ, സ്തോത്രം. നമ്മുടെ അകത്തെ മനുഷ്യനെന്ന് പരിശുദ്ധാത്മ തൊട്ട് ബലപ്പെടുത്താൻ പോവുക. സ്തോത്രം, അകത്ത് രൂപാന്തരം വരുത്താൻ പോവുക. ആമേൻ. പുറമെ യഹൂദനായവനല്ല യഹൂദൻ, ആകമേ യഹൂദനായവന യഹൂദൻ. ഇന്ന് പകൽ തിരിച്ചറിയണം. അങ്ങനെ അവർ പാപം ചെയ്ത് സമ്മതിച്ചു. അവരെന്ത് ചെയ്തു? ഞങ്ങൾ സ്തോത്ര ദൈവത്തിന് മോശയ്ക്കെതിരെ പിറുപിറുത്ത പാപമാണ് പറഞ്ഞു. അടുത്ത ഭാഗം വായിച്ചത്. അടുത്ത ഭാഗം, അപ്പൊ ഓർത്തോളണം, ഈ കടിയേറ്റ അഗ്നിസർപ്പം ഒന്ന് കടിച്ചു. അപ്പൊ കടിയേറ്റവനൊക്കെ മരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ജനം ഓടി വന്ന് പറയണം, മോശേ, ഞങ്ങൾ ദൈവത്തിന് മോശയ്ക്കെതിരെ സംസാരിച്ച് പാപം ചെയ്തു. ആമേ, ഞങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, നീ ദൈവത്തിനു വേണ്ടി നേരാമണ്ണം നിന്നാൽ, സ്തോത്രം, ദൈവത്തിനോട് സത്യസന്ധമായ ദൈവമക്കളെ നിങ്ങൾ നിന്നാൽ, നീ ദൈവത്തിനു വേണ്ടി നിന്നാൽ നിന്റെ അടുക്കൽ പ്രാർത്ഥന ചോദിച്ച് പലരും വരും. സ്തോത്രം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ആമേ, മോശേ, ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഈ മരണകരമായ ആപത്തിൽ ഞങ്ങൾ വിടുവിക്കാൻ നീ പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ആമേ, മോശ അടങ്ങി നിന്നപ്പോ, ദൈവം അവനോട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ജനത്തിന് ഒരു കാര്യം മനസ്സിലായി. ആമേ, സ്തോത്ര. ആമേ, മോശന്റെ അടുക്ക ചെന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ രക്ഷയുള്ളെന്ന് അവർക്ക് തിരിച്ചറിവ് വന്നു. ഇന്ന് പകൽക്കാലം ദൈവനിയോഗത്തിൽ പറയാൻ പോവുക, ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിനോട് നിൽക്കുമ്പോൾ പിറുപിറുപ്പിന്റെ അനുഭവങ്ങള്, പ്രതിസന്ധികൾ പലതും കാതുകളിൽ കേൾക്കുമ്പോൾ, പലതും ആമേ സ്വോത്രം നിന്ദിക്കുന്ന പോലെ, ഒറ്റപ്പെടുത്തുന്ന പോലെ, കുറ്റപ്പെടുത്തുന്ന പോലെ പലതും പറയുന്നു കേട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ, ആ പറഞ്ഞവനെ നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവദാസന എന്ന് പറഞ്ഞ് നിന്റെ അടുക്കൽ വരുന്ന ദിവസമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ഇന്ന് പകൽ തിരിച്ചറിയണം കേട്ടോ, ദൈവത്തിന്റെ ആത്മാവ് ഹൃദയങ്ങളെ വിവേചിക്കുന്നവനാണ്, ചിന്തകളെ വിവേചിക്കുന്നവനാണ്, ആത്മീയ സകലത്തെയും വിവേചിക്കുന്നു. അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ലെന്ന വചനപ്രകാരം ദൈവം സംസാരിക്കുന്നവനാണ്. തിരിച്ചറിയുക. അവിടെ കാണുന്നു, അല്ലേലർ വന്നു പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓർത്തോ, ആര് പിറുപിറുത്തോ, ആര് നിന്ദിച്ചോ, ദൈവമക്കളെ ഞാൻ ദൈവനിയോഗത്തിൽ പറയാ, ആര് പിറുപിറുത്തോ, ആര് നിന്ദിച്ചോ, അവരുടെ നടുവില് ശത്രുക്കൾ കാണുക നിനക്ക് ദൈവം മേശയൊരുക്കുന്നവനാണ്. ആമേ, സ്തോത്രം. ഇപ്പൊ മോശന്റെ പ്രാർത്ഥന വേണം ഒരു വിടുതൽ നടക്കണമെങ്കിൽ. സ്തോത്രം. മോശൻ എടുക്കരുതെന്ന് പറയുകയാണ്, ഞങ്ങൾ പാപം ചെയ്തു, ദൈവത്തോട് നിന്നോട് പാപം ചെയ്തു പറഞ്ഞു, ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ആമേ, സ്തോത്രം. അങ്ങനെ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഒരു ആമേ, സ്തോത്ര, ഒരു താമര സർപ്പത്തെ ഉണ്ടാക്ക്. ആമേ, സ്തോത്ര. അത് ഉണ്ടാക്കിയിട്ട് ആമേ, സ്തോത്ര, ആമേ, അത് ഉയർത്തി വയ്ക്കുന്ന സമയത്ത് ആമേ, സ്തോത്രം, ജനം കാണുക വയ്ക്കുമ്പോൾ അതിലേക്ക് നോക്കുന്നവൻ, കടിയേൽക്കുന്നവൻ, അതിലേക്ക് നോക്കുന്നവൻ ആമേ രക്ഷപ്പെടും, അവൻ ജീവിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്കരുത്, നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കരുത്, നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കരുത്, വിശ്വാസം ക്ഷീണിക്കരുത്. ആമേ, സ്തോത്രം. ക്ഷീണിച്ചവർ പിറുപിറുത്തു, അവർ എതിരെ സംസാരിച്ചപ്പോൾ ദൈവം പ്രതികരിച്ചവന് ദൈവം ആമേ, സ്തോത്രം, ആമേ, സ്തോത്രം, അഗ്നിസർപ്പത്തെ അയച്ച് കടിച്ചപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ ആമേ മോശനെടുക്കുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. തമ്പുരാൻ പറഞ്ഞു, ഒരു താമര സർപ്പത്തെ ഉണ്ടാക്ക്. വചനം പറയുന്നു, മോശ സർപ്പത്തെ മരുഭൂമി ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തുന്നതാകുന്നു. ഇന്ന് പകർക്കാൻ തിരിച്ചറിയണം, യേശുവിനെ ഉയർത്തണം നമ്മൾ. സ്തോത്ര. യേശുവിനെ ഉയർത്തണം. അവൻ ദൈവരൂപത്തിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ച് നിരൂപിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തിറങ്ങി വന്ന് കാൽവരെക്കുറിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്ന പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ കർത്താവിനെ ഉയർത്തേണ്ടവനാണ്, ഉയർത്തേണ്ടവളാണ്.
സുവിശേഷം പറയാനേ സാഹചര്യം സന്ദർഭം തരുമ്പോഴേ പറഞ്ഞോളണം. സ്തോത്രം. സഹോദരിമാർക്കും സുവിശേഷം പറയാം, സഹോദരന്മാർക്കും സുവിശേഷം പറയാം, ദൈവദാസന്മാർക്കും സുവിശേഷം പറയാം, പ്രവാചകനും സുവിശേഷം പറയാം, അപ്പോസ്തലനും പറയാം. ഓർത്തോളണം, സുവിശേഷകനായ ശേഷവാ ആമേ ഇടയനാകുന്നത്. തിരിച്ചറിഞ്ഞോ? ഹല്ലേലൂയ. ഫസ്റ്റ് നമ്മൾ ആരായിട്ടാ? വിശ്വാസിയായി. സ്തോത്രം. സുവിശേഷം കേട്ടു അല്ലേ? സുവിശേഷം കേട്ടപ്പോൾ നമ്മൾ ആരായി? വിശ്വാസിയായി. വിശ്വാസത്തിൽ വന്നവന് ദൈവം കണ്ടതുകൊണ്ട് അവരെ പാസ്റ്റാക്കിയവരുണ്ട്. ദൈവം പാസ്റ്റാക്കിയവരുണ്ട്. ദൈവം പ്രവാചകനായി നിയമിച്ചു, ദൈവം അപ്പോസ്തലന്മാരെ നിയമിച്ചു. ആമേ സ്തോത്രം. അങ്ങനെ ആമേ സ്തോത്രം. സുവിശേഷം അങ്ങനെ ഓരോ കാറ്റഗറികളും തിരിച്ചു. ഇന്ന് പകൽ തിരിച്ചറിയണം, നീ യേശുവിനെ ഉയർത്തുമ്പോൾ അനേകര് ആമേ നശിച്ചു പോകുന്ന കൂട്ടത്തിലല്ല, രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകത്തക്കവണ്ണം നീ അതിനെ ഉയർത്തുക, യേശുവിനെ ഉയർത്തുക. അത് നിന്നെ ഉയർത്തും. അതിനാലിംഗനം ചെയ്താൽ നിനക്കത് മാനം വരുത്തുക മക്കളെ. അതുകൊണ്ട് പകൽക്കാലം തിരിച്ചറിയണം, യേശുവിനെ ഉയർത്തേണ്ട സ്ഥലത്ത് നിന്റെ വായ് വിസ്താരത്തെ തുറക്കാം. ആമേൻ. നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിഷമിക്കണ്ട. സ്തോത്രം. ആമേൻ. നിനക്കറിയുന്നത് യേശു. ആമേൻ. എനിക്ക് ഇന്ന വിഷയമുണ്ട് സഹോദര സഹോദരി എന്ന് പറഞ്ഞ് ചില വ്യക്തികൾ നിന്റെ അടുക്ക വന്ന് പ്രാർത്ഥന വിഷയം പറയുമ്പോൾ നീ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. രോഗിയാണോ? യേശുവിനെ സൗഖ്യമാക്കും പറ. യേശുവിൻ്റെ പാവം ക്ഷമിക്കണം, എന്നെ സൗഖ്യമാക്കണം പ്രാർത്ഥിക്കുക. യേശു സൗഖ്യമാക്കും പറ. സമാധാനം നമ്മൾ വന്ന് പറയുകയാണെങ്കിൽ പറയണവരോട് യേശുവിൻ്റെ പാവം ക്ഷമിക്കണം, എനിക്ക് സമാധാനം തന്നെ പ്രാർത്ഥിക്കുക. സമാധാനം കൊടുക്കും യേശു. ആമേ. അങ്ങനെ അടബാധ ഏത് വിഷയത്തിൽ കടന്നു പോകുന്നുവോ ആമേ കുറവുകൾ തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവേ ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിൽ എന്നെ വിടുവിക്കണ യേശു എന്ന് പറയേ. അങ്ങനെ പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്യുന്ന മക്കളെ. അതിന് നീ എന്ത് ചെയ്യണം? നിന്റെ വായ് വിസ്താരം തുറക്കണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആമേശവും ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വായി തുറന്നാൽ പോരാ, നമ്മുടെ കാര്യം പറയാൻ വേണ്ടി മാത്രം വായി തുറന്നാൽ പോരാ, യേശുവിനെ കുറിച്ച് പറയാനും തുറക്കണം. സ്തോത്രം. യേശുവിനെ കുറിച്ച് പറയാൻ എന്ത് ചെയ്യണം? വായി തുറക്കണം. സ്തോത്രം. അങ്ങനെ പറയുമ്പോഴാണ് ദൈവം നിന്നെ മാനിക്കുന്നത്. ആമേ. സ്തോത്രം. അവിടെ വായിക്കുന്ന കടി കേൾക്കുന്നവൻ ആമേ ആ താമര സർപ്പത്തെ നോക്കിയാൽ അവൻ എന്ത് ചെയ്യോ? ആമ രക്ഷപ്പെടും, ജീവിക്കും എന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, യേശുവിനെ ആര് നോക്കുന്നുവോ ഹൃദയം ക്ഷീണിച്ചു പോയവൻ, മനസ്സ് ക്ഷീണിച്ചു പോയവൻ, ആത്മീയ ക്ഷീണിച്ചു പോയവൻ യേശുവിനെ നോക്കുക. വിശ്വാസത്തിലെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിനെ നോക്കിയ നീ വിശ്വാസത്തെ ഉറയ്ക്കും. ആമേ. സ്തോത്രം. വിശ്വാസത്തെ ഉറയ്ക്കണമെങ്കിൽ നീ യേശുവിനെ നോക്കണം. സ്തോത്രം. നിന്റെ കണ്ണ് യേശുവിലേക്കാകട്ടെ, നിന്റെ ഹൃദയം യേശുവിലേക്കാകട്ടെ, നിന്റെ മനസ്സ് യേശുവിലേക്കാകട്ടെ. യേശുവിലാണ് നിന്റെ മനസ്സെങ്കിൽ, യേശുവിലാണ് നിന്റെ ഹൃദയമെങ്കിൽ, യേശുവിലാണ് നിന്റെ നിരൂപണമെങ്കിൽ വചനം പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് അവന്റെ ചിന്തകളെ നിലവുകളെ കാക്കുന്നവനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? യേശുവിനെ നോക്കണം കേട്ടോ. അതുകൊണ്ട് മനസ്സ് ക്ഷീണിക്കുമ്പോൾ, ഹൃദയം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുമ്പോൾ യേശുവിനെ നോക്ക്, നിനക്ക് ഉറച്ചു നിൽക്കാൻ മനസ്സ് വരും. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ആമേ സ്തോത്രം. അടുത്ത പദം ആമേ. അടുത്ത വാക്യം ആമേ സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന് 1 മുതൽ 8 വരെയുള്ള വാക്യം വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-1 മുതൽ വായിച്ചാട്ടെ. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഉള്ളെന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. നിങ്ങളുടെ മനസ്സെന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. വിശ്വാസത്തെ ക്ഷീണിക്കരുത്. സ്തോത്രം. അവിടെ കാണുന്നു, ഏലിയാവ് ചെയ്തതൊക്കെയും ആഹാബ് വന്ന് ഇസബേൽ എന്ന ഭാര്യയോട് പറഞ്ഞു.
എന്തൊക്കെയാണ് ഏലിയ ചെയ്തത്? ഏലിയാവ് പറഞ്ഞു, 2 യാഗപീഠം ഉണ്ടാക്കുക. ഒന്ന് ബാലിന്റെ യാഗപീഠം, ഒന്ന് യഹോവയുടെ യാഗപീഠം. എന്നിട്ട് സ്തോത്ര നിങ്ങൾ യാഗപീഠം പണിതിട്ട് നിങ്ങൾ 450 പ്രവാചകന്മാരില്ലേ, ബാലിന്റെ പ്രവാചകന്മാര്, നിങ്ങൾ 450 പേരും വിളിക്കണം. ദൈവത്തെ വിളിച്ചിട്ട്, നിങ്ങളുടെ ബാലിനെ വിളിച്ചിട്ട് സ്തോത്ര നിങ്ങൾ തീ വെക്കാതെ നിങ്ങളുടെ ദൈവം യാഗപീഠം തീ വെക്കണം. സ്തോത്ര സ്തോത്ര അങ്ങനെ തീ വെച്ചാൽ, അങ്ങനെ തീ കത്തിയാൽ, യാഗപീഠം തീ കത്തിയാൽ അതാണ് സത്യദൈവം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾ ചെയ്ത് നടക്കുന്നില്ലെങ്കിൽ ഞാനും ഒരു യാഗപീഠം പണിയും. സ്തോത്ര അവിടെ യഹോവ ദൈവമെന്ന് ഞാൻ ദൈവത്തിൽ ആശയെ പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നുള്ള ആ വിശ്വാസത്തോടെ, ആ പ്രത്യാശയോടെ ഏലിയ പറഞ്ഞു. ഇത് ജനത്തിന് ബോധിച്ചു, രാജാവിനും ബോധിച്ചു. 2 യാഗപീഠം പണിഞ്ഞു. ഒന്ന് ബാലിന്റെ യാഗപീഠം. അവർ ഉച്ചവരെ നിലവിളിച്ചു, പണിതിട്ട് നിലവിളിച്ചു. തീ ഇറങ്ങുന്നില്ല, യാഗവസ്തു കത്തുന്നില്ല, യാഗവസ്തു ദഹിക്കുന്നില്ല. അവർ വിളിച്ചിട്ട് തീ ഇറങ്ങുന്നില്ല. അപ്പോൾ ഏലിയ പറയുകയാണ്, ഏലിയ ഒരു യാഗപീഠം പണിതിട്ടുണ്ട്. സ്വത്ത് വിറകടുക്കിയിട്ടുണ്ട്. കാളയെ ഖണ്ഡമാക്കി, കഷ്ണമാക്കി, പീസാക്കി അതിന്റെ മേൽ വെച്ചിട്ടുണ്ട്. വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് യാഗവസ്തുവിനെ ദഹിപ്പിച്ചു, വെള്ളത്തെ വറ്റിച്ചു, മണ്ണിനെ ദഹിപ്പിച്ചു. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. സ്തോത്ര നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, അവിടെ ഏലിയ പ്രത്യേകിച്ച് പറയുകയാണ്, അബ്രഹാമിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, നീ കൽപ്പിച്ചിട്ടാണ് ചെയ്തത്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ദൈവം കൽപ്പിച്ചിട്ടാണ് നീ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ മീതെ ഇറങ്ങുന്നത് മാനസിക ശക്തിയല്ല, അത് ദൈവത്തിന്റെ തീയായിരിക്കുന്നത് മക്കളെ. വചനം പറഞ്ഞതുപോലെ അത്യന്ത ശക്തി എന്റെ സ്വന്തമല്ല, അത് ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന് ഈ മൺപാത്രത്തിന് നിക്ഷേപിച്ചിരിക്കുകയാണ്. തീയിറങ്ങി, യാഗവസ്തു ദഹിപ്പിച്ചു, വെള്ളത്തെ വറ്റിച്ചു, മണ്ണിനെ ദഹിപ്പിച്ചു. ഓർത്ത ദൈവശക്തി ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങിയാലും അവന്റെ ദേഹത്തെ തൊടും, ദേഹിയെ തൊടും, ആത്മാവിനെ തൊടും. കാരണം വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവൈറ്റുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അത് പ്രാണനത്തോടും, അത് ഹൃദയത്തിലെ ചിന്തകളത്തോടും, അത് നിരൂപണത്തോടും, അത് സന്ധി മജ്ജകളെ തുളച്ചു വേർപെടുത്തുന്ന വചനമാണ് ദൈവവചനം. നമുക്ക് തിരിച്ചറിയണം, ദൈവശക്തിക്ക് നിന്നെ തൊടാൻ പ്രാപ്തിയുണ്ട്. ദൈവശക്തിക്ക് നിന്റെ ശരീരത്തെ, ദേഹി ആത്മാവിനെ തൊടാൻ ശക്തിയുണ്ട്. അവിടെ വായിക്കുന്നു, അങ്ങനെ തീ കത്തിയപ്പോൾ ബാലിന്റെ പ്രവാചകന്മാരെ ഈശോൻ തോട്ടിനിരയിൽ ചെന്ന് അവരെ വെട്ടിക്കൊന്നു. ഏലിയ വെട്ടിക്കൊന്ന ഈ വാർത്തൊക്കെയും ഇസബേലിനോട് ആര് പറഞ്ഞു? ആഹാബ് പറഞ്ഞു. സ്തോത്രം. ഇത് കേട്ടപ്പോൾ ഇസബേൽ പറഞ്ഞു, ഒരു പണി ചെയ്യാ, നീ കൊന്ന പ്രവാചകന്മാർ ഒരുത്തനെ പോലെ നാളെ ഈ നേരത്ത് നിന്റെ ഉടലിൽ നിന്ന്, നിന്റെ ശരീരത്തിൽ ജീവനെടുക്കുമെന്ന് ഇസബേൽ വെല്ലുവിളിച്ചു. വെല്ലുവിളി കേട്ട ഏലിയാവ് ചോരച്ചടൽ തണലിപ്പോയി കിടക്കുക. സ്തോത്രം വായിക്കുന്നു, അവൻ മരിപ്പാനിച്ഛിച്ചു. വായിക്കുന്നു, മരിപ്പാനിച്ഛിച്ചു. അവിടെ പറയുന്നു, എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ല, ഇപ്പോൾ മതി യഹോവേ, ഇപ്പോൾ മതി യഹോവേ, എന്നെ എടുക്കണമേ എന്ന് വിളി പ്രാർത്ഥിക്കുക. ഇന്ന് പകർക്കാലം തിരിച്ചറിയണം, നിങ്ങളുടെ ഉള്ളു ക്ഷീണിക്കരുത്, നിങ്ങളുടെ ആത്മീയ ജീവൻ ക്ഷീണിക്കരുത്, നിങ്ങളുടെ വിശ്വാസം ക്ഷീണിക്കരുത്. ക്ഷീണിപ്പിക്കുന്ന ഇസബേലിന്റെ വാക്ക് കേട്ടപ്പോൾ, ഇസബേൽ അയച്ച ദൂതന്റെ വാക്ക് കേട്ടപ്പോൾ, ഹല്ലേലൂയ, മരണദൂതന്റെ മരണത്തിന്റെ വാർത്ത പറയുന്ന ദൂതന്റെ വാക്ക് കേട്ടപ്പോൾ ഏലിയ പറയും, മതി യഹോവേ, മതി. ഇന്ന് പകർക്കാലം ദൈവനിയോഗത്തില് പൊതുവെ ഒരു പ്രവചന ദൂത്, വചനത്തുള്ള പ്രവചന ദൂത് പറയുക, ചിലരുടെ വാക്ക് കേട്ടിട്ട് ഇനി എനിക്ക് ജീവിക്കാൻ വയ്യ, എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ, എനിക്കിനി എങ്ങനെ മുന്നോട്ട് അറിയത്തില്ല, ഇപ്പൊ മതി ദൈവമേ എന്നെ എടുക്കണേ എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് പകർക്കാലം പരിശുദ്ധാത്മാവ് വചനത്തിന് ദൂത് പറയുന്നു, മനുഷ്യന്റെ വാക്ക് നിന്നെ താഴ്ത്തുമ്പോ ദൈവത്തിന്റെ വാചകം ജീവിപ്പിക്കും. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, മനുഷ്യന്റെ വാക്ക് നിന്നെ വെട്ടിയിടുമ്പോൾ ദൈവത്തിന്റെ വചനം നിന്നെ ബലപ്പെടുത്തി നിർത്തും. മനുഷ്യന്റെ വാക്ക് നിന്നെ ഉടച്ചിടുമ്പോൾ ദൈവത്തിന്റെ വചനം നിന്നെ ഒഴിവാക്കി മാറ്റും.
ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്ര. ഇതാ വാക്ക് കേട്ട് ക്ഷീണിച്ചു പോയി. ആമേ പലരുടെയും വാക്കിന് ക്ഷീണിപ്പിച്ചു. മാതാവ്, പിതാവ്, സഹോദര, സഹോദരി, ഹല്ലേലൂയ. സ്തോത്ര, സ്തോത്ര. ആമേ സ്തോത്ര. മാതാവിന്റെ വാക്ക്, ആ സഹോദരന്റെ വാക്ക്, ആ സഹോദരിയുടെ വാക്ക്, ആമേ സ്തോത്ര. ആ കുഞ്ഞിന്റെ വാക്ക് നിന്റെ മനസ്സിനെ തകർത്തോ, നിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചോ. ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. ആരെങ്കിലും പറയുന്ന വാക്ക് കേട്ടോ, നിന്റെ വേണ്ടപ്പെട്ട രക്തബന്ധമുള്ള വാക്ക് കേട്ടോ, നീ ആത്മീയത്തിൽ പിന്മാറി പോകേണ്ട വ്യക്തിയല്ല, ജീവിതം അവസാനിപ്പിക്കേണ്ട വ്യക്തിയല്ല. നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ജീവനോച്ച യേശുവിനെ നീ ജീവിക്കണം. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞിട്ടോ, നീ ജീവിക്കേണ്ടത് യേശുവിനായിട്ടാ. അതാണ് ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും ക്രിസ്തുവിനായിട്ടാ. ആമേ സ്തോത്ര. നാം ജീവിക്കുന്നെങ്കിലും ക്രിസ്തുവിനായി ജീവിക്കേ. ആ മരിക്കുന്നെന്ന് പറഞ്ഞാൽ നാം സ്വയമായിട്ട് മരിക്കാൻ ശ്രമിക്കരുത്, സ്വയമായിട്ട് മരിക്കാൻ ശ്രമിക്കരുത്, സ്വയമായിട്ട് തൂങ്ങി മരിക്കാൻ ശ്രമിക്കരുത്, സ്വയമായിട്ട് ആമേ വിഷം കുടിച്ച് മരിക്കാൻ ശ്രമിക്കരുത്, സ്വയമായിട്ട് വാഹനത്തിൽപ്പെട്ട് മരിക്കാൻ ശ്രമിക്കരുത്, സ്വയമായിട്ട് നീ നിന്നെ തന്നെ ഇല്ലാതാക്കാൻ നോക്കരുത്. സ്വയമായി കുടിച്ചെങ്കിലും മരിക്കാമെന്ന് ചിന്തിക്കരുത് സഹോദര. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ആമേ സ്തോത്രം, 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 സ്തോത്രം. അവിടെ വായിക്കുന്നു, മരിപ്പാനിച്ഛിച്ചു. ഇസബേലിന്റെ വാക്ക് കേട്ടിട്ട് ഇന്ന് പകൽക്കാലം ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്ര. പലരുടെയും വാക്ക് കേട്ട് നീ ക്ഷീണിച്ചു പോയ അവസ്ഥയുണ്ടോ? നീ ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. മതി യഹോവേ, മതി യഹോവേ എന്ന് പറഞ്ഞ് ചൂരച്ചെടി തള്ളിക്കടക്കുമ്പോൾ അവിടെ വായിക്കുന്നു. അടുത്ത പദം വായിക്കാം. ആമേ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്ര. അവിടെ വായിക്കുന്നു, മരിച്ചാ മതി, ഇനി ജീവിക്കണ്ട, പ്രതീക്ഷയിൽ അസ്തമിച്ചെന്ന് തോന്നി. എന്നാൽ ഓർത്തോളം ദൈവത്തിന്റെ ദൂതനെ ദൈവം അവിടേക്ക് ഇറക്കി വിട്ടു. ഇന്ന് പകൽക്കാലം ദൈവനിയോഗത്തിൽ പറയാറുണ്ട്, ഹല്ലേലൂയ, കാക്കയെ കൊണ്ട് ഏലിയാവിന് കൊടുത്ത ഭക്ഷണം വിധവയുടെ വീടെത്തുന്നത് വരെ, വിധവയുടെ വീട്ടിൽ വെച്ച് ദൈവം കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ബലം അവൻ ചൂരച്ചെടി തണൽ എത്തുന്നത് വരെ, ചൂരച്ചെടി തണൽ വെച്ച് ദൈവം കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ബലം അവൻ സ്വർഗത്തിലെത്തുന്നത് വരെ. സ്തോത്ര. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവം ദൂതനിറക്കി കല്ലിച്ചുട്ട് അടയ്ക്കുക, ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് അവനെ ബലപ്പെടുത്തി. എന്താ അർത്ഥം? നിന്റെ വിശപ്പറിയുന്നവനാ ദൈവം. ആമേ സ്തോത്രം. നിന്റെ ദാഹമറിയുന്നവനാ ദൈവം. ആ ദാഹം അറിയുന്ന ദൈവം വെള്ളം കൊടുത്തു, ഒരു തുരുത്തി വെള്ളം. സ്തോത്രം. വിശപ്പറിയുന്ന ദൈവം ആമൻ കല്ലിച്ചുട്ട് അട കൊടുത്തുട്ടോ. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായി എവിടെ നിന്ന് വരോ? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്ന വചനപ്രകാരം, യഹോവയുടെ നാമത്തിൽ വരുന്ന വചനപ്രകാരം, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നീ നിരാശയിൽ കടന്നു പോകുമ്പോൾ ആമ യേശുവേ, എന്റെ അപേക്ഷ ഒന്ന് കേൾക്കണമേ, ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിൽ എന്നെ സഹായിക്കണം പ്രാർത്ഥിച്ചാൽ, നിന്റെ വിശപ്പറിഞ്ഞ്, നിന്റെ ദാഹമറിഞ്ഞ്, നിന്റെ സങ്കടമറിഞ്ഞ് നിന്നെ ബലപ്പെടുത്തുവാൻ വചനമെന്ന ജീവന്റെ അപ്പം നിന്റെ ഹൃദയത്തിനകത്ത് വരുന്നവനാ ദൈവം, നിന്റെ മനസ്സിനകത്ത് വരുന്ന ദൈവം. യേശു ഇങ്ങനെ പറഞ്ഞു, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അങ്ങനെ ഇന്ന് പകൽക്കാലം നീ വിശ്വാസത്തിൽ ജീവിക്കേണ്ടവനാണ്, വിശ്വാസത്തിൽ നടക്കേണ്ടവളാണ്, വിശ്വാസത്തിൽ ഇരിക്കേണ്ടവരാണ്, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി നടക്കേണ്ടവരാണ്. നീ പിന്മാറ്റത്തിൽ പോകേണ്ട വ്യക്തിയല്ല, നീ മരിച്ച് മൺമറയേണ്ട വ്യക്തിയല്ല. ദൈവം തന്ന ആയുസ്സുള്ള കാലത്തോളം നീ ജീവിച്ചിരിക്കേണ്ട വ്യക്തിയാണ്. അതിനു മുന്നേ നീ നിന്നെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് സഹോദരി, സഹോദര.
ഇന്ന് പകൽ തിരിച്ചറിയണം, നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കരുത്. അവിടെ വായിക്കുന്ന അവൻ ആഹാരത്തിൻ്റെ, ദൈവം ദൂതൻ ഇറക്കി കൊടുത്ത ആഹാരത്തിൻ്റെ ബലം കൊണ്ട് അവൻ 40 പകലും 40 രാവും 40 പകലും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ അവൻ നടന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം തിരിച്ചറിയേ, മാമന് തളർത്തിയിട്ട വാക്കുണ്ട്, അത് തളർത്തിയിട്ട വാക്ക് ഇസബേലിൻ്റെ വാക്കാണ്. എന്നാൽ ആമേ സ്തോത്രം, ദൈവം അവന് കല്ല് ചുട്ടടയും, ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് തട്ടിയതിൽ തിന്നാൻ പറഞ്ഞ് നിനക്ക് ദൂരെ യാത്ര എന്ന് പറഞ്ഞപ്പോൾ അവൻ ബലപ്പെടാനിടയായി തീർന്നു. മക്കളെ ആൾക്കാൻ തിരിച്ചറിയണം. അതിനങ്ങനെ മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഒരു ദൈവിക ദർശനം ദാനിയേൽ കണ്ടു. ഈ ദൈവിക ദർശനം കണ്ടിട്ട് പുള്ളി അവിടെ വായിക്കുകയാണ്, അല്ലെങ്കിൽ ശരീരത്തിൽ ബലമില്ലാത്തവനെ പോലെയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മനുഷ്യ സാദൃശ്യത്തിലുള്ളൊരു കരം ആമ എന്നെ തൊട്ടു എന്ന് പറയുന്നത് ദാനിയേലിനെ തൊട്ടു. എന്നിട്ട് ദൈവം പറഞ്ഞു, ആമ സ്തോത്ര, ആ മനുഷ്യ സാദൃശ്യത്തിലുള്ള കരം അവനെ തൊട്ടിട്ട് പറയുകയാണ്, അവൻ ദാനിയേല്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേല്, നീ ബലപ്പെടുക എന്ന് പറഞ്ഞപ്പോ ഞാൻ ബലപ്പെട്ടു എന്ന് വചനം പഠിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം നീ വചനം കേൾക്കുമ്പോൾ നീ ആത്മീയത്തിൽ ബലപ്പെട്ടു വരും, പ്രാർത്ഥനയിൽ ബലപ്പെട്ടു വരും, ആരാധനയിൽ ബലപ്പെട്ടു വരും, വിശ്വാസത്തിൽ ബലപ്പെട്ടു വരും. കാരണം നിന്റെ നാമം വിശ്വാസത്തിന് നായകനാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക, നിന്നെ ബലപ്പെടുത്താൻ വചനമുണ്ട്, നിന്നെ ബലപ്പെടുത്താൻ ദൈവമുണ്ട്. ദൈവമക്കൾ, അതുകൊണ്ട് നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം കേട്ടോ, മറന്നു പോകരുത്. ഏലിയാവിനെ ദൈവം ബലപ്പെടുത്തി, ക്ഷീണിച്ചവനെ ശക്തീകരിച്ചു, അവനെ ബലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയി. അതിനെ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:29 മുതൽ 31 വരെ വാക്യം വായിക്കുക. യെശയ്യാവ് 40:29 മുതൽ 31 വരെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ആ വായിച്ച വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. അപ്പോൾ ഓർത്തോളണം, ക്ഷീണം വരുമ്പോൾ യേശുവിന്റെ അടുക്കിലേക്ക് വരണം. എനിക്കറിയണം, ക്ഷീണം വരുമ്പോൾ യേശുവിന്റെ പാദപടത്തിരിക്കണം. ഒന്ന് ലളിതമായി പറഞ്ഞുതരാം. ആമേ ക്ഷീണം വരുമ്പോൾ, മനസ്സ് ക്ഷീണിക്കുമ്പോൾ, ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ആമേ സ്തോത്രം ആരുടെ അടുക്കൽ വരണം? യേശുവിന്റെ അടുക്കൽ വരണം. ആമേ സ്തോത്രം അവിടെ വായിക്കുന്നത്, സ്വർഗ്ഗമെന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപടം എന്ന് പറഞ്ഞ യേശുവിന്റെ പാദപടത്തിലേക്ക് വന്നാൽ അവിടെ വായിക്കുന്നത്, അവൻ ക്ഷീണിച്ചിരിക്കുന്നത് എന്ത് കൊടുക്കുന്നു? ശക്തി കൊടുക്കുന്നു. എന്ത് കൊടുക്കുന്നു? ശക്തി കൊടുക്കുന്നു. ഇന്ന് പകർക്കാൻ ദൈവമക്കളെ, നീ ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തിന്റെ പാതയെ പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിനെ ശക്തിയെ പ്രാർത്ഥിക്കുമ്പോൾ, യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാർ ചിറകടിച്ച് കയറും, അവർ തളർന്നുവ നടക്കുകയും ഓടുകയൊക്കെ ചെയ്യും, ക്ഷീണിച്ചു പോകാതെ. ആമേ സ്തോത്ര, നടക്കുകയും ചെയ്ത അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നീ ദൈവത്തിന്റെ പാദപടത്തിലൊന്ന് ഇരുന്ന് ബലപ്പെടണം. ആമേ സ്തോത്രം. എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം കേട്ടോ. ആമേ സ്തോത്രം. വളരെ സ്നേഹത്തോടെ പറയുക, ദൈവനിയോഗത്തിൽ നിങ്ങൾക്ക് എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം, വചനം വായിക്കാൻ സമയം കണ്ടെത്തണം. ആമേ സ്തോത്രം. വചനം വായിക്കാൻ അറിയുമ്പോൾ വായിച്ച് ഗ്രഹിച്ചോളണം, ആമേ വായിക്കാൻ അറിയുന്നത് കേട്ട് ഗ്രഹിച്ചോളണം. ആമേ സ്തോത്ര, ആമേ സ്തോത്ര. അപ്പോൾ ഈ സമയം പാഴാക്കരുത്. കാരണം വായിക്കാൻ ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ശക്തി കൊടുക്കുന്നവനാണ്, ബലമില്ലാത്തവന് ബലം കൊടുക്കുന്നവനാണ്. ആ വായിക്കുന്ന യൗവനക്കാർ ക്ഷീണിച്ചു പോകുക, ആമേ ബാല്യക്കാർ ഇടറി വീഴും, എങ്കിൽ യഹോവയെ കാത്തിരിക്കുന്നവരെ ശക്തിയെ പുതുക്കുന്ന ഈ മക്കളെ. അതുകൊണ്ട് ക്ഷീണിച്ചു പോയ അവസ്ഥയിൽ യേശുവിന്റെ അടുക്കിലേക്ക് വന്നാൽ ദൈവം നിന്നെ ബലപ്പെടുത്തും, ദൈവം നിന്നെ ശക്തീകരിക്കുന്ന വചനം പഠിപ്പിക്കുന്നു. അതിന് മറ്റൊരു ഭാഗത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകുന്നു. യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, യേശുവിന്റെ പാദപടത്തിൽ വന്നാൽ ആമ ക്ഷീണിച്ചുപോയ മണ്ഡലങ്ങളിൽ നീ ബലപ്പെടാനിടയേറ്റൂരും. കാരണം യഹോവ തന്റെ ജന ശക്തി നൽകുന്നവനാണ്. ദൈവനെ ശക്തീകരിക്കണ പ്രാർത്ഥിച്ചാൽ രാജാക്കളെ അരക്കച്ച് അഴിച്ച ദൈവം നിന്റെ അരക്കച്ച് മുറുക്കുന്നവനാ. ശക്തി കൊണ്ട് അവൻ നിന്റെ അര മുറുക്കുന്നവനാ. ശക്തി കൊണ്ട് പരിശുദ്ധ നിറയ്ക്കുന്നവനാ. പരിശുദ്ധ സാന്നിധ്യത്തിന് ബലപ്പെടുത്തുന്നവനാ. ദൈവം കൊണ്ട് നിന്നെ ശക്തീകരിക്കുന്നവനാ. വചനം ആമേ സ്തോത്രം എന്റെ അസ്ഥിക്കകത്ത് കാത്തുന്ന തീ പോലെ എന്ന് വചനം പഠിപ്പിക്കുന്നു.
ഇന്ന് പകൽക്കാലം ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ, നിന്നെ ക്ഷീണിച്ച അവസ്ഥയിൽ നിന്ന് ശക്തീകരിക്കാൻ നിൻ്റെ കൂടെ ദൈവമുണ്ട്. സ്തോത്ര. അതുകൊണ്ട് നിൻ്റെ ഹൃദയം ക്ഷീണിക്കരുത്, നിന്റെ ശക്തിയുടെ ദൈവമുണ്ട്. അടുത്ത പദം ആമേ, മടുത്തു പോകരുത് കേട്ടോ. രണ്ടാമത്തെ പദം എന്താണ്? മടുത്തു പോകരുത്. ആമേ, സ്തോത്രം. എന്തിൽ മടുക്കരുത്? പ്രാർത്ഥനയിൽ മടുക്കരുത്. പ്രാർത്ഥന എന്തിനും വേണ്ട, മടുക്കാൻ പാടില്ല. പെട്ടെന്ന് വായിക്കാം. ലൂക്കോസ് 18 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് 18 1 മുതൽ 8 വരെയുള്ള വാക്യം വായിക്കാം. ആമേൻ. സ്വതോടെ വായിക്കുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഒരു പട്ടണത്തിൽ ഒരു ന്യായാധിപനുണ്ടായിരുന്നു. ആമേ, ഒരു വിധവ അവൻ്റെ അടുക്ക വന്നു. പ്രതിയോഗി അവളെ വിഷമിപ്പിക്കുന്ന കാര്യം ഈ ന്യായാധിപൻ്റെ അടുത്ത് പറഞ്ഞു. ആമേ, സ്തോത്രം. പ്രതിയോഗി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലളിതമായി പറയാം. സ്തോത്ര. ഹന്നയ്ക്ക് പ്രതിയോഗി ആരാ? പെനീന. സ്തോത്രം. നമുക്ക് പ്രതിയോഗി ആരാ? പിശാച്. സ്തോത്രം. തിരിച്ചറിഞ്ഞോ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന വളരെ ലളിതമായി പറയാം. അപ്പോൾ അമ്മ ഈ വിധവയായ സ്ത്രീയെ പ്രതിയോഗിയായി ആരോ എന്ത് ചെയ്യുന്നുണ്ട്? വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇടപെടുന്നുണ്ട്. ഈ അവസ്ഥ വന്ന് ന്യായാധിപനെ പറഞ്ഞപ്പോൾ അവൻ അല്പകാലത്ത് കുറച്ചു കാലത്തൊന്നും പ്രതികരിച്ചില്ല. എന്നാൽ അവന് മനസ്സിലായി, ഞാനിപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ ഈ വിധവയായ സ്ത്രീ വന്ന് എന്ത് ചെയ്യും? എന്നെ കന്നത്തടിക്കും എന്ന് പറഞ്ഞാൽ മുഖത്തടിക്കും മനസ്സിലാക്കി. അവൻ എന്ത് ചെയ്തു? ആ വിധവയായ സ്ത്രീക്ക് വേണ്ടി അവളുടെ കാര്യത്തിൽ ഇടപെട്ട് കാര്യം പരിഹരിച്ചു കൊടുക്കുമെങ്കിൽ യേശു പറയുകയാണ്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. വായിച്ചല്ലോ, മടുക്കരുത്, പ്രാർത്ഥനയും മടുക്കരുത്. ആമേ, സ്തോത്ര. അനീതിയുള്ള ന്യായാധിപൻ വിധവയായ സ്ത്രീക്ക് വേണ്ടി ഇടപെട്ടെങ്കിൽ ഇന്ന് പകർക്കാലം സകല ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എത്ര അധികം ദൈവം ഇടപെടും തിരിച്ചറിയുക. അതാ വചനം വായിക്കുന്നത്, രാപ്പകൽ നിലവിളിക്കുന്ന തന്റെ ഭൃതന്മാരുടെ കാര്യത്തിൽ ദൈവം ദീർഘക്ഷമയുള്ളവനായിരുന്നാൽ അവൻ എന്തെയും പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? അവൻ രക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് പകർക്കാൻ തിരിച്ചറിയുക, ഒരു ന്യായാധിപൻ ഒരു വിധവയ്ക്ക് വേണ്ടി ഇടപെടുമെങ്കിൽ നിന്റെ ദൈവം നീതിമാൻ. അവൻ നീതി ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ രക്ഷിക്കുന്നവനാണ്. ആമേ, സത്യത്തിന് കൂട്ടുനിൽക്കുന്നവനാണ്, സത്യത്തിന് വേണ്ടി ഇറങ്ങുന്നവനാണ്. അവൻ സത്യ ദൈവമാണ്, അവൻ നിത്യ ദൈവമാണ്, അവൻ ലോക രക്ഷിതാവാണ്. ആ ദൈവത്തോട് സഹോദര സഹോദരി, നീ പ്രാർത്ഥിക്കുമ്പോൾ മടുത്തു പോകാതെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. മടുത്തു പോകരുത്. കാരണം വചനം പറയുന്നത്, വിശ്വാസത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരുന്നു. ഇന്ന് പകൽ തിരിച്ചറിയണം, വിശ്വാസത്യാഗമുള്ളവന് ദൈവത്തിന് സ്തോത്രം. ആമേ, ദൈവത്തിന് സ്തോത്ര. വിശ്വാസത്യാഗമുള്ളവന് എൻ്റെ നടപ്പിൽ മടുപ്പ് വരുന്നു. വിശ്വാസത്യാഗം എന്താണ്? അല്ലെങ്കിൽ മനുഷ്യപുത്രന്റെ വരവിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസത്തിന് പിന്മാറിപ്പോകുന്നവന് ഒരു കാരണം എന്തെന്ന് പറഞ്ഞാൽ, ആമേ, അവന്റെ മനസ്സ് മടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, മനസ്സ് മടുക്കരുത് മക്കളെ. അതുകൊണ്ട് പകൽക്കാല മനസ്സ് മടുത്തു പോകാതെ, പ്രാർത്ഥനയും മടുത്തു പോകാതെ ദൈവത്തിലേക്ക് അടുത്തുക. കാലാൽ ഓടി ക്ഷീണിച്ചാൽ യോർദാന്റെ വൻകടലിൽ എന്ത് ചെയ്യും? ആമേ, സ്തോത്രം. മടുത്തു പോകരുത് കേട്ടോ. അപ്പൊ അനീതിയുടെ ന്യായാധിപൻ അവൾക്ക് വേണ്ടി ഇടപെട്ട് അവളുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തുമെങ്കിൽ ആമേ, രാപ്പകൽ നിലവിളിക്കുന്ന തന്റെ ഭൃതന്മാരുടെ കാര്യത്തിൽ ദൈവം ഇടപെടുട്ടോ. ആമേ, സ്തോത്ര. രാപ്പകൽ നിലവിളിക്കുന്ന ഒരു മൊർദെഖായിയുണ്ട്, രാപ്പകൽ നിലവിളിക്കുന്ന ഒരു യഹൂദ ജനമുണ്ട്. അവർ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ, അവർ കരയാൻ തുടങ്ങിയപ്പോൾ, അവർ ആമേ, സ്തോത്രം, വിലപിക്കാൻ തുടങ്ങിയപ്പോൾ, ആമേ, ശൂഷൻ പട്ടണം കലങ്ങിയപ്പോ എന്റെ ദൈവൻ രാജാവിന്റെ ഉറക്കം കണ്ടുവരുത്തി.
ഇന്ന് പകൽ തിരിച്ചറിയണോ, എല്ലാവരും പ്രതിക്രിയ നടത്തി തന്റെ യഹൂദ ജനത്തെ രക്ഷിച്ചു, മൊർദെഖായിയെ രക്ഷിച്ചു, എസ്തേറിനെ രക്ഷിച്ചു എന്ന പ്ലാനിട്ടവനെ ഹാമാന് തമ്പുരാൻ കാഴുമരത്തി തൂക്കി. ഇന്ന് പകൽക്കാലം രാപ്പകൽ നിലവിളിക്കുന്ന തന്റെ ഭൃതന്മാരുടെ കാര്യത്തിൽ ദൈവം ദീർഘക്ഷമയുള്ളവനായിരുന്നാലും അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് മടുത്തുപോലെ പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ ഭാഗത്ത് ഓടിച്ചു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവൻ എന്ത് ചെയ്യണം? ധ്യാനിച്ചുകൊള്ളും. മൂന്നാമത്തെ വിഷയം, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളും. ആരാ സഹിച്ചത്? യേശു. ആരാ സഹിച്ചത്? യേശു. യേശു എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി പലതും സഹിച്ചു. തിരിച്ചറിയണം, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിന്. അപ്പൊ ആരിനെ ധ്യാനിക്കണം? യേശുവിനെ ധ്യാനിക്കണം. യേശുവിന്റെ വചനത്തെ ധ്യാനിക്കണം. വചനത്തെ ധ്യാനിക്കുക. വചനം എന്താണ്? ദൈവം. ദൈവം ആരാണ്? വചനം. വചനം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ മുഖാന്തര സകല ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അങ്ങനെയെങ്കിലും വായിക്കുന്നു, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കുക. യേശു സഹിച്ചു. എന്തൊക്കെ സഹിച്ചു? ഓടിച്ച് പറയാം. ഓടിച്ച് വായിക്കാം. മത്തായി 26:68 വാക്യം മാത്രം ഒന്ന് വായിക്കൂ. മത്തായി 26:68 വാക്യം മാത്രം. 67-ഉം 68 വായിച്ചോളൂ. 67-ഉം 68. വാക്യം വായിക്കാം. അപ്പോൾ ഓർത്തോണം, അപ്പോൾ മഹാപുരോഹിതൻ പറയുകയാണ്, നീ ക്രിസ്തുവാണോ? ഹല്ലേലൂയ, സ്തോത്രം. നീയാണോ? സ്തോത്രം. ആകാശമേഘങ്ങളിൽ വരുന്നവൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്തോത്രം, ജീവനുള്ള ദൈവത്തെ ഞാൻ നിന്നെ ആണയിട്ട് ജോലിക്ക് പറഞ്ഞപ്പോൾ സ്തോത്ര യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നവൻ. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. നേരത്തെ മുതലേ ശാസ്ത്രിമാരും പരീക്ഷന്മാരും വാക്കിൽ കൊടുക്കാൻ, യേശുവിനെ കൊടുക്കാൻ, നമ്മുടെ ഭാഷ പറഞ്ഞ യേശുവിനെ പൂട്ടാൻ നടക്കിയവന്മാരൊക്കെ. സ്തോത്രം. ഈ സമയത്ത് ആ സമയമായപ്പോൾ യേശുവിനെ പിടിച്ചു മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ അവസ്ഥയിൽ യേശു യഥാർത്ഥ കാര്യം പറയാൻ ഇഷ്ടപ്പെട്ടില്ല. അവിടെ വായിക്കുന്നവർ മുഷ്ടി മടക്കി എന്ത് ചെയ്തു? കുത്തി. അവന്റെ മുഖത്ത് എന്ത് ചെയ്തു? തുപ്പി. ഇന്ന് പകൽക്കാൻ തിരിച്ചണം, നമ്മൾ വരുമ്പോൾ ആരെങ്കിലും അബദ്ധവശാൽ, മനഃപൂർവ്വമല്ല കേട്ടോ, മനഃപൂർവ്വമല്ല, അബദ്ധവശാൽ അവൻ തുപ്പൽ വന്ന് നിലത്ത് തുപ്പിയാൽ ചിലപ്പോൾ ചിലർ എന്ത് ചെയ്യും? ഭയങ്കര ഊഹമാണ് അല്ലേ? ബൈബിൾ വായിക്കേണ്ടത്, ഊഹാഭോഗങ്ങൾ എന്ത് ചെയ്യരുത്? വിധിക്കരുത്. ഊഹാഭോഗങ്ങൾ എന്ത് ചെയ്യരുത്? വിധിക്കരുത്. നമ്മളിങ്ങനെ ഊഹിക്കരുത്. ബൈബിൾ വായിക്കേണ്ടത്, ഒരുത്തൻ ഊഹിച്ചു. ആരറിയൂ? കാരാഗർ പ്രമാണി ഊഹിച്ചു, തന്നെത്താൻ ഭാവിച്ചുകൊണ്ട് വാളൊരു കൊല്ലാൻ തീരുമാനിച്ചു പുള്ളി. സ്തോത്രം. ഊഹവും ഭാവവും കൂടി നടന്ന കൊലപാതകം നടക്കും. സ്തോത്രം. അതുകൊണ്ട് ഊഹാഭോഗങ്ങൾ എന്ത് ചെയ്യരുത്? വിധിക്കരുത്. അവിടെ വായിക്കുന്നു, യേശുവിന്റെ മുഖത്ത് തുപ്പി. സ്തോത്രം. അവന്റെ മുഖത്തൊരു സ്തോത്രം മുഷ്ടി ചുരുട്ടി, നമ്മുടെ ഭാഷ പറഞ്ഞ കൈപ്പത്തി 5 വിരലും ചുരുട്ടി യേശുവിന്റെ മുഖത്തവർ കുത്തി. സ്തോത്രം. അവനെന്റെ ഒരു കണ്ണ് കെട്ടി തല്ലി. നിന്നെ അടിച്ച കാര്യം പ്രവചിക്കാന്ന് പറഞ്ഞു. ഓർത്തോളം നിയമക്കളെ, വചനം വായിച്ചു, പാപികളെ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവേ. യേശു ഇതൊക്കെ സഹിച്ചിട്ട് ഇന്ന് പകൽക്കാലം നീ വിശ്വാസം നിൽക്കുമ്പോ പലതും സഹിക്കേണ്ട വരും, പലതും പൊറുക്കേണ്ട വരും, പലതും വഹിക്കേണ്ട വരും. എന്തിനാണെന്നറിയോ? നിന്റെ നാഥൻ, നിന്റെ ദൈവം, നിന്റെ ഉടയവൻ, നിന്റെ രക്ഷിതാവ് യേശു ക്രിസ്തു പാപികളാൽ തനിക്ക് നേരിട്ടവനാണ്, കഷ്ടം അനുഭവിച്ചവനാണ്. അത് ആർക്ക് വേണ്ടിയിട്ടെന്നറിയോ? യേശുവിന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് അവൻ കഷ്ടം സഹിച്ചത്. അതുകൊണ്ട് കേൾക്കാൻ തിരിച്ചറിഞ്ഞ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധ സഹിച്ച് ധ്യാനിച്ചോളേ. ഓർത്തോണ, അവന്റെ മുഖത്തടിക്കുന്നു, അവന്റെ മുഖത്ത് സ്തോത്രം അവർ തുപ്പുന്നു, അവനെ കണ്ണുകെട്ടി അടിക്കുന്നു. ഓർത്തോണ, നിന്റെ തല്ലുകാരന് പ്രവചിക്കാന്ന് പറയുന്നു. ഓർത്തോ, ശമരിയ സ്ത്രീയുടെ കാര്യം പ്രവചിച്ചു പറഞ്ഞ എന്റെ ദൈവത്തിന് അടിക്കുന്ന പടയാളുടെ കാര്യം പറയാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
എന്നാൽ ഈശോടെ വായിക്കുന്നതാണ്, അവൻ വായി തുറക്കാതെ ഇരുന്നു. അവൻ വായി തുറക്കാതെ, നന്മ ഗണ്യമാക്കാതെ വായി തുറക്കാതെ ഇരുന്നു. എന്തിനാണെന്നറിയോ? മാനവരാശി രക്ഷിക്കണം, മനുഷ്യന്മാരെ രക്ഷിക്കണം. പാപത്തിൽ വീണുപോയ മാനവരാശി രക്ഷിക്കണമെങ്കിൽ ഈ സമയത്ത് കർത്താവ് മണ്ടാതിരിക്കണമെന്ന് കർത്താവ് മനസ്സിലാക്കി. ഇന്ന് പകർക്കാലം ചിലരുടെ വിശ്വാസത്തിൽ കൊണ്ടുവരുമ്പോൾ ചിലരുടെ തുപ്പും, ചിലരുടെ കുത്തുന്ന വാക്കുകളും, തുപ്പുന്ന സ്തോത്ര സംസാരങ്ങളും, കണ്ണുകെട്ടി അടിക്കുന്ന പോലുള്ള വാക്കുകളുടെ അടികളും നിന്റെ കാതുകളിൽ കേൾക്കുമ്പോൾ, നിന്റെ മനസ്സിൽ കേൾക്കുമ്പോൾ നിന്റെ ഹൃദയം തകരരുത്. കാരണം ആ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള യേശുവിനെ ധ്യാനിക്കുക. എന്നാലേ വിശ്വാസം നിൽക്കാൻ പറ്റുള്ളൂ. ശുശ്രൂഷ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതിന് മറ്റൊരു ഭാഗത്തോട് പറയുന്നു, ഇങ്ങനെയാണ് യഹോവ ദുഷ്ടന്മാരുടെ ആലോചനപ്പുറം നടക്കാതെ, പാപികളെ നിൽക്കാതെ, പരിഹാസരിപ്പുറത്തിരിക്കാതെ, ദൈവത്തിന് സ്തോത്ര ഇരിക്കാതെ യഹോവ ന്യായപ്രമാണം രാപ്പൽ ധ്യാനിക്കുന്നവൻ ആരാണ്? ഭാഗ്യവാൻ. അതിന് വായിച്ചത്, പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കുക. യേശുവിനെ ധ്യാനിക്കുക, അവന്റെ വചനത്തെ ധ്യാനിക്കുക. വചനത്തിന് ധ്യാനിച്ചാൽ വചനം പറയുന്നു, എമ്മോസിലേക്ക് പോകുന്ന ശിഷ്യനോട് സംസാരിച്ചപ്പോൾ അവിടെ ആകാൻ കാത്തിക്കൊണ്ടിരുന്നു. വചനം ഒരു തീയാണ്, വചനം ഒരു ചുറ്റുകയാണ്, വചനം ഒരു വാളാണ്. അതിനെ ശക്തീകരിക്കുന്നതാണ്, അതിനെ ശുദ്ധീകരിക്കുന്നതാണ്, അതിനെ ബലപ്പെടുത്തുന്നതാണ്, അതിനെ ചുറ്റുവെടുപ്പത് ഫലം പുറപ്പെടുവിക്കുന്നതാണ്. സ്തോത്രം എന്ന് പകർക്കാൻ തിരിച്ചറിയണം. നിങ്ങളുടെ ഉള്ളിൽ എന്ത് ക്ഷണിക്കരുത്, മടുക്കരുത്. ഭാവികളെ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കുക. യേശുവിനെ ധ്യാനിക്കണം, വചനത്തെ ധ്യാനിക്കണം എന്ന വിശ്വാസം നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിൽക്കണോ? യേശുവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ വാക്യം വായിച്ച് നിർത്താൻ പോവാ. യോശുവയുടെ പുസ്തകം 1-8 വാക്യം. യോശുവ 1:8. യോശുവ 1:8. തിരിച്ചറിയണം, എന്തിനാണ് ഈ എഴുതിയിരിക്കുന്നൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് രാവും പകലും നീ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്തിനാണ് വചനം ധ്യാനിക്കേണ്ടത്? എന്തിനാണ് യേശുവിനെ ധ്യാനിക്കേണ്ടത്? അത് പ്രമാണിച്ച് ജീവിക്കേണ്ടതിനാണ്. ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാം കണ്ണിലടച്ചാട്ടെ. സ്തോത്രം. എല്ലാവരും കണ്ണിലടച്ചാട്ടെ. സ്തോത്രം. 3 കാര്യം ചിന്തിച്ചു. 1, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്കരുത്, മനസ്സ് ഹൃദയം വിശ്വാസം ക്ഷീണിക്കരുത്. 2, മടുക്കരുത്, പ്രാർത്ഥന മടുക്കരുത് മക്കളെ. അല്ലെങ്കിൽ 3, പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ച യേശുവിനെ ധ്യാനിക്കുക. വചനത്തെ ധ്യാനിക്കുന്നതിന് വചനം ധ്യാനിക്കേണ്ടത് സ്തോത്രം പ്രമാണിച്ച് ജീവിക്കാൻ. സ്തോത്രം. ഓരോ ദിവസം കർത്താവേ അങ്ങയുടെ വചനം പ്രമാണിച്ച് ജീവിക്കുന്ന സഹായിക്കാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. രക്തത്താൽ ജയം.